ശരിക്കും ഒരു സത്രവേദിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണം എൻ്റെ ജീവിതത്തിലെ ഇതം പ്രഥമമാണിന്ന്. അതും ഈ ഏകാദശി നാളിൽ ഭഗവാൻ എന്നെ അതിനെ തിരഞ്ഞെടുത്തതിന് കൃഷ്ണപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കണം. എൻ്റെ ഇഷ്ടദേവനും കൃഷ്ണനാണ്. അപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു സങ്കല്പത്തിലേക്ക് എൻ്റെ മനസ്സിലോ എൻ്റെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ഇങ്ങനൊരു പഠനമോ ഞാൻ നടത്തിയിട്ടില്ലാത്ത ആളാണ്. ഭാഗവതമുണ്ട്, ഭാഗവതത്തെക്കുറിച്ച് മൂലവും മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് നോക്കും. പക്ഷെ അത് വായിക്കാനോ അത് പഠിക്കുവാനോ ഒന്നും അത്ര വലിയ ഗഹനമായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. പിന്നെ കഥകൾ കേൾക്കുന്നത് ചെറുപ്പത്തിൽ തൊട്ടേ വളരെ ഇഷ്ടമായതുകൊണ്ടും സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ കഥകളൊക്കെ കേൾക്കുവാനായിട്ടും വളരെയധികം ഉത്സുകത കാണിക്കാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുമ്പോഴത്തേക്ക് സമയമുണ്ടെങ്കിൽ പോയി ഒന്ന് ഇരിക്കുക, അങ്ങനെ ഇരുന്ന് കേൾക്കുക എന്നുള്ളത് ഭാഗവതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതു തരം കാര്യങ്ങളാണേലും അതിനൊരു താല്പര്യമുണ്ടായി. എന്തു തന്നെയാണെങ്കിലും ഭഗവാൻ ഓരോ ജന്മങ്ങളും ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരിലെല്ലാം ഓരോ കർത്തവ്യങ്ങൾ ഉറപ്പിച്ചു വെച്ചാണ് യാത്ര അയക്കുന്നത്. പക്ഷേ ഈ കർത്തവ്യങ്ങൾ എത്രമാത്രം നമ്മൾ കണ്ടറിഞ്ഞ് അവയെ നാം അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് മാറുന്നവന് മാത്രമേ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ആ കടമകളും കർത്തവ്യങ്ങളും ചെയ്ത് തൻ്റെ ജീവിതത്തെ പരിപൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അത് ഈ ഭൂമിയിലേക്ക് കോടിക്കണക്കിന് മനുഷ്യൻ അല്ലെങ്കിൽ ജീവരാശിയിൽ വരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാൽ അതിന് കാരണം മനനം ചെയ്യുവാൻ ശേഷിയുള്ളതുകൊണ്ടാണ്. അത് ജന്തുക്കളായിട്ട് തന്നെയാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ ആ ജനിക്കുന്നതിൽ ശ്രേഷ്ഠനായി മാറുവാൻ കഴിയുന്നത് മനനശേഷിയുള്ളതുണ്ട്. അതായത് നമുക്ക് ബുദ്ധി തലച്ചോറിലുണ്ട്. ആ തലച്ചോറിനെ നന്നായിട്ട് മനനം ചെയ്ത് അവിടേക്ക് വരുന്നത് ഏത്, നിത്യങ്ങളേത്, അനിത്യങ്ങളേത്, സത്യാസത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അവയെ മനനം ചെയ്ത് നിത്യത്തെയും സത്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നവനെയാണ് മനുഷ്യനെന്ന് വിളിച്ച് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റത്തിലേക്ക് നമ്മെ നയിക്കുവാനായി നമ്മുടെ പൂർവ്വസൂരികൾ വളരെ ബോധപൂർവമായി കാലാകാലങ്ങളിൽ അവരുടെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഈ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജന്തുവിനെ മനുഷ്യനാക്കി മാറ്റുക എന്നത്. അതിൻ്റെ ആദ്യപടിയായി നമുക്ക് നൽകിയ വേദങ്ങൾ, അതായത് അപൗരുഷേയം, അതായത് ഒരു പുരുഷനാൽ കൽപ്പിക്കപ്പെടാ അല്ലെങ്കിൽ രചിക്കപ്പെടാത്ത, എഴുതപ്പെടാത്തത്, ഗാനം ചെയ്യപ്പെടാത്തത് എന്ന് പറയുന്ന വേദം, ആ വേദത്തിൽ തുടങ്ങി ആ വേദത്തെ അഭ്യസിക്കാൻ വിമുഖത കാട്ടിയ സമൂഹത്തെ പുരാണങ്ങളിലൂടെ ഇതിഹാസങ്ങളിലൂടെയും ഒക്കെ നയിച്ച് ശ്രേഷ്ഠനാക്കുന്ന മനുഷ്യനാക്കുക എന്നുള്ള ഉത്തമ ദൗത്യത്തെയാണ് ഇവിടുത്തെ പൂർവ്വസൂരികളായിരിക്കുന്ന ആചാര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന തൻ്റെ കർത്തവ്യത്തെ ലോകത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി നൽകിയിരിക്കുന്ന ഒരു പ്രതിഭയുടെ അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ തന്നെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ആ ഭഗവാൻ എന്താ പറയുക വിഷ്ണുവിൻ്റെ ആ പരമ്പൊരുളിൻ്റെ ഒരു അവതാര പുരുഷനായി ജന്മമെടുത്ത വ്യാസന്റെ ആ തൂലികയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാകുന്നു ഭാഗവതം. ആ ഭാഗവതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പ്രഭാഷണമാണെന്നാണ് ഇപ്പോൾ സ്വാഗതോക്തി ഓതിയ കുരുന്ന് പറഞ്ഞത്. എന്തു തന്നെയാണെങ്കിലും ഈ രണ്ടാമത് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്നത് ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പം ക്ഷേത്രം കഴിഞ്ഞപ്പോൾ ഭക്തി വരിക അല്ലെങ്കിൽ ആ ഭക്തിയിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ല കാര്യമാണ് അല്ലേ. ഇതം ശരീരം ക്ഷേത്രമിത്യഭിധേന, അതായത് നിന്റെ ശരീരം എപ്രകാരമാണോ ആ ശരീരം പോലെ തന്നെയാണ് ക്ഷേത്രമെന്ന് നമ്മെ ഗീതാകാരനായിരിക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ വ്യാസൻ നമ്മളെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ വ്യാസൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് കൃത്യമായിട്ട് നിന്റെ ശരീരത്തിൽ എപ്രമായിരിക്കുന്ന പരമാത്മ ചൈതന്യമുണ്ടോ ആ ചൈതന്യത്തിന് നീ പോഷണം കൊടുക്കുവാനായി നീ എന്തെല്ലാം കൊടുക്കുന്നു, ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് അതിനുള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മസ്വരൂപനായി നിനക്ക് മാറാൻ കഴിയുന്നു. അത് തന്നെയാകുന്നു ഈ ക്ഷേത്രത്തിലും നടക്കുന്ന നിന്റെ ശരീരത്തിലും നടക്കുന്നത്. അതിനെത്ര ലളിതമായിട്ട് നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഗാത്രത്തെ ഭക്തി കൊണ്ട് ശുദ്ധീകരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിയ ഊർജത്തെ സാംശീകരിക്കുന്ന തരത്തിലേക്ക് മാറണം. ആ ഏറ്റവും മഹനീയമായിരിക്കുന്ന മാറ്റത്തെയാണ് ഒരു മനുഷ്യന്റെ പരിവർത്തനത്തിന് ഏറ്റവും ഉതകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ ഭാഗവതത്തിൽ അത്ര വലിയ അങ്ങോട്ട് ഡീപ്പായിട്ടൊന്നും ഞാൻ ഇറങ്ങി ചെന്നിട്ടുമില്ല. അപ്പോൾ ഇന്നലെ ഇത് എൻ്റെ അടുത്ത് ഉച്ചയ്ക്കാണല്ലേ വിളിച്ച് പറയണം. ഉച്ചയ്ക്കാണ് ആള് മാറിയ കാര്യവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സമയമെടുത്തപ്പം ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലായി. ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണി വരെ ആ കൃത്യനിർവഹണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത്
ചിന്തിക്കുവാനും അല്ലെങ്കിൽ കേട്ടും ഒക്കെ പഠിച്ചിരുന്ന കുറേ കാര്യങ്ങളെ എടുത്ത് അത് എൻ്റേതായ ഒരു ചിന്തയിലേക്ക് വെച്ച് നിങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഭാഗവതത്തെ ഒന്ന് വിമർശിക്കുവാൻ, അല്ലെങ്കിൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ട് ചിന്തിക്കാനാണ്. അപ്പോൾ അതിനെ ശ്രേഷ്ഠമായിട്ട് ചിന്തിക്കുവാൻ തക്ക തലത്തിലേക്കുള്ള ഒരു വളർച്ചയൊന്നും എന്നിൽ നൽകപ്പെട്ടിട്ടില്ല. പക്ഷേ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചോ ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ചിന്തിച്ച ക്ഷേത്രധർമ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സനാതന മൂല്യങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ എനിക്ക് മണിക്കൂറുകൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയും. അപ്പോൾ അവയിലൂന്നിയ ഭക്തിയല്ല ഇന്ന് എനിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് ശരിക്കും നമ്മുടെ ഭാഗവതത്തിലൂന്ന ഭക്തി. അപ്പോൾ അതിന് ഒരു വളരെ പ്രാധാന്യമുണ്ട്. കാരണം വ്യാസഭഗവാൻ തൻ്റെ രചനകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് അവസാനമായിട്ട് ആണ് ഇത് എന്താ പറയണേ ഭാഗവതം രചിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ ആചാര്യ? അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ പുരാണങ്ങളും രചിച്ചു കഴിഞ്ഞപ്പോഴും തനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് തിരക്കിയപ്പോൾ ഭഗവാൻ ദർശനം കൊടുത്തുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഈശ്വരൻ്റെ ഏറ്റവും പരമമായിരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ പൂർണ്ണ രൂപമായിരിക്കുന്ന പൂർണ്ണ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കുറിച്ച് അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ അവതാര ലീലകളെ കുറിച്ച് നന്നായിട്ട് വിമർശനം ചെയ്യണം, അതിനെ കുറിച്ച് നന്നായിട്ടൊരു ഗ്രന്ഥം രചിക്കണം. അങ്ങനെയാണ് ഭാഗവതം എന്നൊരു ഗ്രന്ഥം വ്യാസന്റെ മനസ്സിലേക്ക് ജനിക്കപ്പെട്ടു എന്ന് പറയും. എന്തു തന്നെയാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം അതിന് ഭക്തിയുടെ രസം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്ന നമ്മുടെ ഒരു ഭക്തിയിൽ അത് ഒഴുകുന്നത്. അവിടെ നിന്ന് ഒരു മാറ്റമില്ല. അതായത് ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന കൃപയെ നമ്മൾ പക്ഷേ ആ ഭാഗവത പുരാണങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ കഥകളെ മാത്രം കേട്ട് ആശ്രയിച്ച് ആ കഥയിലുള്ള വിമർശനം ചെയ്തിട്ടു അതിനെ നന്നായിട്ട് മനനം ചെയ്യാൻ ശ്രമിക്കാറില്ല. കഥയിലല്ല പറയുന്നത്, കഥയിലുള്ള അതിൻ്റെ അന്തരാർത്ഥങ്ങളെ. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നാന്ന് വെച്ചാൽ ഈ പ്രഭാഷണത്തിന് വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഭയം തോന്നിയായിരുന്നു. കാരണം ഇവിടേക്ക് വന്നവരെല്ലാം മഹാരഥന്മാരാണ്. അലക്സാണ്ടർ ജേക്കബ് സാറ്, വിശ്വനാഥൻ നമ്പൂതിരി സാറ്, അങ്ങനെയുള്ള മഹാരഥന്മാർ വന്നിരുന്ന് നിങ്ങളുടെ ആ മേധാശക്തിയെ ഉണർത്തി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന തലത്തിലേക്ക് പരിവർത്തനം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേധാശക്തി ഇവിടെ ഉള്ളത് ഇപ്പോൾ. അതായത് 7 ദിവസമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, ചെറിയ കാര്യമല്ല. അതായത് 9 ദിവസമായാൽ അത് പരിപൂർണമായി നിങ്ങളിലേക്ക് ഉറയ്ക്കുകയാണ്, അല്ലേ? 3 ദിവസമാകുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഒരു രീതിയായി. അതായത് ഇപ്പോൾ 7 ദിവസവും മുടങ്ങാതെ വരുന്ന എത്ര പേരുണ്ട്? എല്ലാവരും വരുന്നൊരു 7 ദിവസം, അല്ലേ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കും. ഇനി 9 ദിവസം കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഇത് മാറത്തേയില്ല. അത് ശരിക്കും ആ 7 ദിവസം കൊണ്ട് അതിനെ പൂർത്തീകരിക്കുന്ന നിലയിലായിരുന്നു, അല്ലെ? 18 വർഷമായിട്ടല്ലേ, 17 വർഷമായി ഇവിടെ ചെയ്യുമ്പോൾ ഇത് 10ാമത് വർഷം, ഈ 18ാമത് വർഷം ഇതൊരു സത്രമായി പരിണമിച്ചു. അപ്പോൾ കൂടുതലായി പ്രഭാഷണങ്ങൾ, അതായത് നല്ല ഭാഷണങ്ങൾ, സുഭാഷണങ്ങൾ, നല്ല ചിന്തയുള്ള ഭാഷണങ്ങളെ കേട്ടുകൊണ്ട് കൂടുതൽ അറിവിനെ കൂടി സ്വാംശീകരിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിലാണ് നമ്മൾ ഇതിനെ ഇത്രമാത്രം വിപുലീകരിച്ച് 7 ദിവസം കൊണ്ട് നടക്കുന്ന 10 ദിവസത്തേക്ക് മാറ്റിയത്. അപ്പോൾ അത് സത്രമായി പരിണമിക്കപ്പെട്ടിരിക്കുക. എന്തു തന്നെയാണെങ്കിലും ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പുരാണമെന്ന് തന്നെ നമുക്ക് ഭാഗവത്തെ വിളിക്കാൻ കഴിയും. കാരണം ഭക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, എന്താ പറയുക, ഭക്തി, ഞാനും നിങ്ങളും എല്ലാം ഭക്തരാണെന്ന് പറയും, അല്ലേ? നമ്മളുടെ ഭക്തി നമ്മൾ ഏത് തരത്തിലാണ് കാണുന്നത്? ക്ഷേത്രത്തിൽ പോകുക, അല്ലെങ്കിൽ നാമജപം ഉണ്ടാകുക, കുറിയിടുക, കുറി വരയ്ക്കുക, ഇതുകൊണ്ടാണ് നമ്മുടെ ഭക്തിയെ നമ്മൾ അളക്കുന്നത്, അല്ലേ? പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി എന്താണെന്നും യഥാർത്ഥമായിരിക്കുന്ന ഈശ്വര സ്വരൂപം എന്താണെന്നും കണ്ടറിഞ്ഞുകൊണ്ട് ആ ഈശ്വര സ്വരൂപത്തിലേക്ക് എങ്ങനെ നമുക്ക് വിലയം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും പരമമായിരിക്കുന്ന ആത്മചൈതന്യ സ്വരൂപനായി ഈശ്വരനാക്കി എങ്ങനെ പരിണാമപ്പെടുത്താം എന്നുള്ളതാണ് ഭക്തിക്ക് നൽകുന്ന ഏറ്റവും നല്ല നിർവചനം. ഭക്തിയിലൂടെ നമുക്ക് ഏറ്റവും നല്ല നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവായി ജനിച്ചവനെ ഏറ്റവും പരിണാമത്തിലൂടെ ഈശ്വരനായിട്ട് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. ആ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ഉതകുന്ന ശ്രേഷ്ഠവും പരിപാവനവുമായിരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ 7 ദിവസമായി പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്തുകൊണ്ടായി. ശ്രവണ മാത്രേണ മോക്ഷം ലഭിക്കാൻ ഉതകുന്നത് ശ്രവണം കൊണ്ട് മാത്രം. അതിനെ മനനം ചെയ്യുക കൂടി ചെയ്ത് അതിനെ നിധിധ്യാസനം ചെയ്ത് പൂജനവും അർച്ചനവും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് മുന്നോട്ട് നയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സർവമാന
മാറ്റങ്ങൾക്കും ഉണ്ടാവാനായിട്ട് ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പരമപവിത്രമായിരിക്കുന്ന ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് എൻ്റെ എളിയ അറിവിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, പറയുന്ന കാര്യങ്ങളിൽ ചെറിയ ചോദ്യങ്ങളുണ്ടാകും, അപ്പോൾ നല്ലൊരു റെസ്പോൺസ് ഉണ്ടാകും വേദിക്ക്. അപ്പോൾ ആ റെസ്പോൺസ് ഉള്ള വേദിയിലേക്ക് നമുക്ക് ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊരു ചെറിയ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ എനിക്കും സന്തോഷം ഉണ്ടാകും, നിങ്ങൾക്ക് സന്തോഷം, അങ്ങനെയല്ല നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ ഇരുന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കുള്ളൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായി പല സ്ഥലങ്ങളിലും പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ള, അപ്പോൾ നമുക്കുള്ളൊരു ശ്രേഷ്ഠമായൊരു കഴിവുണ്ട് മനുഷ്യൻ, എന്താണ്? നോക്കിയിരുന്നുകൊണ്ട് നമ്മൾ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങിക്കളയും. അത് നമ്മൾ ഓർക്കും എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് അല്ലേ. ശ്രദ്ധ എന്ന് പറയുന്ന വാക്കിന് വേറെ അർത്ഥമാണെങ്കിലും നമ്മളിപ്പം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ശ്രദ്ധിച്ചിരിക്കുകയാണെന്ന്. എന്ത് തന്നെയാണെങ്കിലും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മൂഢമായി വിശ്വസിക്കും. പക്ഷേ കണ്ണ് തുറന്ന് വെച്ചുകൊണ്ട് വേറെ ചിന്തയിൽ അല്ലെങ്കിൽ നല്ല ഉറക്കത്തിലേക്ക് വ്യാപരിച്ചു പോകും നമ്മളുടെ സാധാരണയും കുഴപ്പമല്ല. നമ്മളുടെ ഈ ശരീരത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അന്നപാനാദികളും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയും ഒക്കെ വന്ന് തീർന്നതിലൂടെ നമ്മളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന കർമ്മത്തിൻ്റെതായിരിക്കുന്ന ദോഷങ്ങൾ നിലനിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തേണ്ട നല്ലതായിരിക്കുന്ന സത്കാര്യങ്ങളെ അല്ല എത്തിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് എന്താ പറയുക, നീ ഇത് കേൾക്കണ്ട, നിനക്ക് ഇതല്ല സുഖമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അങ്ങോട്ട് ക്ഷീണിപ്പിച്ച് ഉറങ്ങാനായിട്ട് ഈ ശ്രദ്ധയൊക്കെ അങ്ങ് കെടുത്തിക്കളയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതം ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിനെ എടുത്ത് ഞാൻ ഈ ഭക്തിയെ ഒന്ന് വായിച്ചൊന്ന് അറിഞ്ഞിട്ട് പറയണമെന്ന് ചിന്തിച്ചപ്പോൾ, വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നിലേക്ക് വന്നൊരു ചിന്ത, എത്ര ശരിയെന്ന് എനിക്കറിയില്ല, എങ്കിലും ശരിക്കും ദേവന്മാരിൽ ഉണ്ടായിരുന്ന അഹങ്കാരികളായിരിക്കുന്നവർക്ക് അവരുടെ ജന്മത്തിൽ ദാനവനായി ശാപം കൊടുക്കുകയും ആ ശാപത്തിൽ നിന്ന് മുക്തനാകുവാൻ വേണ്ടി ഭഗവത് പാതാരവിന്ദങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഭക്തിയോടുകൂടി തൻ്റെ ശരീരത്തെ പോലും പരിഗണിക്കാതെ ആ ഭക്തന്മാരായി പരിണമിച്ചിട്ടുള്ളവർ അവസാനം ആ ഈ ജഗദീശ്വരൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ അംശ അവതാരങ്ങളുടെ ശരീരത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതാണ് ഭാഗവതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഥാകഥനങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് നമ്മൾ പഠിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതിന് ഭക്തിയുടെ കാര്യങ്ങൾ ആദ്യം തന്നെ പറയുമ്പോഴത്തേക്ക് ഈ ഭക്തിയുടെ ഒരു ഭാഗവത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ തൃതീയ സ്കന്ധത്തിലും അതുപോലെ തന്നെ ഷഡ്സ്കന്ധത്തിലും, അതായത് 6ാമത്തെ സ്കന്ധത്തിലും പിന്നീട് 12ാമത്തെ സ്കന്ധത്തിലും ഭക്തിയും ഭക്തി യോഗത്തെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ഈ ഭക്തി യോഗത്തെക്കുറിച്ച് അതിനേക്കാൾ നന്നായിട്ട് ഭാഗവതത്തിൽ തന്നെ ഇങ്ങോട്ട് ഉരുത്തിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഹൃദയമായി നിൽക്കുന്ന ഗീതയിലൂടെയും ഭഗവാൻ നമുക്ക് ഉപദേശം, ഇതെല്ലാം ശ്രീഹരി വിഷ്ണുവിൻ്റെ ഉപദേശമായി തന്നെ നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ ഭക്തിക്ക് ഇതിനകത്തെല്ലാം പറയുന്നത് 9 ഭാവങ്ങൾ, നവരസങ്ങൾ അല്ലെങ്കിൽ നവഭാവങ്ങളോട് കൂടിയാണ് ഭക്തി ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭക്തിയെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് കുറച്ച് സമയം ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭക്തിക്ക് ഭഗവാന്റെ കൽപ്പിതമായ അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത് 9 ഭാവങ്ങളിൽ വേണം ഭക്തിയെ നമ്മൾ വളർത്തിയെടുക്കുവാനായി. അപ്പോൾ അതിന് മുൻപ് ഈ ഭക്തിയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അതായത് ഒരു മനുഷ്യൻ്റെ ജന്മം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കോടിക്കണക്കിന് തവണ ഇവിടെ കൃമിയായും കീടമായും അധോമുഖന്മാരായും ബഹിർമുഖന്മാരും ഒക്കെ ആയിട്ട് നമ്മുടെ അധോലോകത്തും അതുപോലെ തന്നെ മേളിലുള്ള ധോവിലുമൊക്കെ ജനിച്ച് അവിടെ നിന്നും പല ആ കർമ്മങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് ഏറ്റവും ഒടുവിൽ ഈശ്വരനിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് അനുരൂപമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ ഈ ഭൂമിയിലേക്ക് നമുക്ക് ജന്മം നൽകും. ആ ജന്മത്തിൽ പരമപവിത്രമായ രീതിയിൽ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഭഗവാനെ ആത്മാനുസന്ധാനം ചെയ്യാൻ, ആ ആത്മാവാണ് ഭഗവാനെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ആത്മപൂജയായിട്ട് ജീവിതം നയിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മുക്തി ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഭാഗവതം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഭഗവാന്റെ അടുത്തോട്ട് ചെന്ന് എല്ലാവർക്കും ഭഗവാൻ മുക്തി കൊടുത്തിട്ടുണ്ട്. അതായത് ഭഗവാൻ അല്ലാതെ എനിക്ക് വേറെ ശരണമില്ല എന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെന്നവർ എന്ത് ചോദിച്ചാലും കൊടുത്തിട്ടുണ്ട് ഇല്ലേ.
അല്ലേ? എത്ര രസമായിട്ടാണ് കൊടുത്തിരിക്കണേ. അതായത് പാഞ്ചാലി എടുത്തു നോക്കും അല്ലേ? പാഞ്ചാലിക്ക് സ്വതവേ നല്ല അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതായത് 5 ഭർത്താക്കന്മാരുണ്ട്. എന്ത് പറഞ്ഞാലും തൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരാൻ തക്ക ആരോഗ്യമുള്ള ഭർത്താവ്, ലോകത്തെ കീഴടക്കാൻ പറഞ്ഞാൽ കീഴടക്കുന്ന ആരോഗ്യമുള്ള ഭർത്താവ്, ഏറ്റവും ശക്തനായ ധനുർധരൻ, സുന്ദരന്മാരിൽ സുന്ദരനായിരിക്കുന്ന ധനുർധരൻ, അതുപോലെ നകുലനും സഹദേവനും ഒക്കെ ആയിരിക്കുന്ന, അതായത് ധർമ്മജ്ഞനും ഒക്കെ ആയിരിക്കുന്ന 5 ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ പത്നി എന്ന ധർമ്മപത്നി എന്ന അഹങ്കാരത്തിൽ വാണ ആ സ്ത്രീക്ക് തൻ്റെ ചേല ശരീരത്തിൽ നിന്നും ചോർന്നു പൊക്കോണ്ടിരുന്നപ്പോൾ തന്നെ രക്ഷിക്കുവാൻ തൻ്റെ ഭർത്താക്കന്മാർക്കോ അവിടെ നിൽക്കുന്ന ആർക്കോ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ, എൻ്റെ പ്രാണനാഥനെ അല്ലെങ്കിൽ മറ്റാർക്കും കഴിയാതിരുന്നപ്പോൾ, എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, എൻ്റെ സർവേശ്വരായി എന്നെ രക്ഷിക്കൂ എന്ന് അഭയം ചോദിച്ചപ്പോൾ അതാ അവിടേക്ക് ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന അനുഗ്രഹത്തിൽ ചേല കൊണ്ട് അവളുടെ മാനം അന്ന് ഭഗവാൻ സംരക്ഷിച്ചു കൊടുത്തു. ഇല്ലേ? കുന്തി മാതാവ് അവിടെ പറയുന്നുണ്ട് ഇല്ലേ? കുന്തി മാതാവ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിച്ചതായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കുന്തി മാതാവ് അവസാനം വരെ എന്താ ചോദിക്കുന്നത്? ഭഗവാനെ ഇനിയും ഇനിയും ദുഃഖങ്ങൾ എനിക്ക് തരാനാ പറഞ്ഞത്. എന്തിനാ ചോദിച്ചേ? എന്തിനാ ദുഃഖം തരാൻ പറഞ്ഞേ? അതായത് എപ്പോഴെങ്കിലും ഒരു സന്തോഷം എന്നിലേക്ക് വന്നാൽ, ഇല്ലേ? അത് സന്തോഷം എന്നിലേക്ക് വന്നാൽ, അതായത് ഗൃഹം, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ പുത്രന്മാര്, ഭാര്യ, ഭർത്താവ്, ധനം, ഇതുപോലുള്ളതിലേക്ക് നമുക്ക് ആസക്തരായി പോകും. നമുക്ക് സുഖത്തിലേക്ക് വന്നു അല്ലേ? ആ സുഖത്തിൽ എവിടെയെങ്കിലും ഒരു കോട്ടം വരുമ്പോൾ നമ്മൾ പിന്നെ എങ്ങോട്ടാ ചെല്ലുന്നത്? അയ്യോ എൻ്റെ ഭഗവാനെ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞത്. അതാണ് കുന്തി മാതാവ് പറയാണ്, എനിക്ക് സുഖം വേണ്ട, എനിക്ക് എപ്പോഴും ദുഃഖങ്ങളും. അത് കാരണം എന്താന്ന് ചോദിച്ചാൽ അങ്ങയെക്കുറിച്ചുള്ള സ്മരണ എനിക്ക് എപ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കും. എത്ര സുന്ദരമായിട്ടാണ് പറയുന്നത് അല്ലേ? നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമോ? നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും നമുക്ക് സുഖം മതി, സുഖം മതി അല്ലേ? ദുഃഖം വേണ്ട ഭഗവാനേ. പക്ഷെ സുഖത്തിൽ എവിടെയെങ്കിലും നമ്മൾ തൃപ്തി വരാറുണ്ടോ? നമുക്കൊരു തൃപ്തിയുമില്ലാത്തവർ, നമുക്ക് ആ സുഖത്തിൽ ഒരിക്കലും തൃപ്തിയില്ല. കാരണം ശരിക്കും അതിനെക്കുറിച്ച് എന്താ, ഇന്നലെ മിനിഞ്ഞാന്ന് സാറെന്നായിരുന്നു വന്നിരുന്നത്? 2 ദിവസമായില്ലേ? മിനിഞ്ഞാന്ന് അല്ലേ? സാറ് നല്ലൊരു കഥ പറഞ്ഞില്ലായിരുന്നു അതിനകത്ത്? ഓർക്കുന്നുണ്ടോ? കൃഷ്ണന്റെ കാര്യം, പാലിന്റെ കാര്യം. മറന്നുപോയല്ലേ? മറന്നുപോയില്ലേ? എന്താന്ന് ചോദിച്ചാൽ സാർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി ഇല്ലേ? നിങ്ങളോട് ഒരു ചോദ്യവും ചോദിച്ചില്ല. അത് കാരണം നിങ്ങളത് ഓർത്തില്ല. കാരണം ആ സമയത്ത് പകുതി മയക്കത്തിലും പകുതി ഇതിലും അർദ്ധപ്രജ്ഞരായിട്ടിരിക്കല്ലേ, എങ്ങനെ ഇതങ്ങ് കേട്ടിരിക്കുക. പക്ഷെ എത്ര രസമായിട്ടാ സാറ് പറഞ്ഞല്ലേ? ആ കൃഷ്ണനെ വിട്ടിട്ട് അമ്മ പാലിനെ പുറകെ പോകും. എന്തുകൊണ്ടാ? പാലിൽ അമ്മയുടെ ശ്രദ്ധ മൊത്തം നിൽക്കുന്നത്. അപ്പോൾ ആ പാലിലുള്ള ശ്രദ്ധ കളയാൻ വേണ്ടി, അല്ലെങ്കിൽ പാലല്ല താനാണ് പ്രധാനമെന്ന് കൃഷ്ണൻ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്ത്, ഉറിയിൽ വെച്ചിരുന്ന വെണ്ണയും തൈരും എല്ലാം തല്ലി പൊട്ടിച്ച് അവിടെ ഇട്ടല്ലേ? അപ്പോൾ കൃഷ്ണനെ പിടിച്ച് എന്ത് ചെയ്തു? ഉരലിൽ ബന്ധിച്ചു. കൃഷ്ണൻ അപ്പോഴത്തേക്ക് അവിടെയും താനാണ് പ്രാധാന്യമെന്ന് കാണിക്കാൻ, 7 ലോകത്തിൻ്റെയും നാഥൻ, അധിപതി താനാണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു ആ ഒരു നിമിഷ നേരം കൊണ്ട്. എന്നിട്ടും മനസ്സിലായോ അമ്മയ്ക്ക്? അമ്മയ്ക്ക് മനസ്സിലായില്ല. കാരണം അമ്മയ്ക്ക് എപ്പോഴും അവിടെ എന്താ, മറ്റു കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ തൻ്റെ മകനെന്നുള്ള ഭാവത്തിൽ കാണുന്നുണ്ട്. ആ ഭാവമൊക്കെ വിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മരൂപം, ആത്മ തന്നിൽ പ്രകാശിച്ചു, എന്നിലും പുല്ലിലും പുൽക്കൊടിയിലും പൂവിലും പുഴുവിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ ദിവ്യ ചൈതന്യ സ്വരൂപമാണെന്ന് കണ്ട് ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ സ്വരൂപത്തിലേക്ക് നമുക്ക് വളരാനായിട്ടുള്ള ഭക്തി ഉണ്ടാവണം. അതുതന്നെയാണ് ശരിക്കും നമ്മളുടെ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന വേദവും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്കാണ്. പക്ഷെ നമ്മൾ നയിച്ചു പോകുന്നത് എങ്ങോട്ടാ? ആടിനെ പ്ലാവല കാണിച്ചു കൊണ്ടുപോകുന്നിടത്ത് നമ്മൾ കൊണ്ടുപോകുന്നു അല്ലേ? നമ്മളെ കൊണ്ടുപോകുന്ന എവിടെയെല്ലാം കൊണ്ടുപോയിച്ച് കുറ്റിയെ കെട്ടിയേച്ച് ഇവിടെയെല്ലാം വെച്ചിരിക്കുന്നിടത്ത് എവിടെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതാ വ്യാസൻ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു, ഭക്തിയുടെ നവഭാവങ്ങളിലൂടെ യാത്ര ചെയ്യണം ഉണ്ണി. അവിടേക്ക് നിനക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ 9 ഭാവങ്ങളിലൂടെ നിനക്ക് എത്താൻ കഴിഞ്ഞാൽ നിനക്ക് പൂർണ്ണമായിരിക്കുന്ന മോക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ഈശ്വര പദവിയിലേക്ക് എത്താൻ കഴിയും. ഒന്നാമതായിട്ട് ശ്രവണം ഉണ്ടാവണം, നന്നായിട്ട് കേൾക്കുന്നവരാവണം. അതിന് തന്നെ ഇതാ വ്യാസന, ഇതാ ഭാഗവതം തന്നെ തുടങ്ങുന്ന അങ്ങനെ നല്ല ശ്രവണമുള്ളവനാക്കിയ ആണോ? നല്ല ശ്രവണത്തിന്റെ ഒരു ഗ്രന്ഥമല്ലേ ഇത്? ആണോ? അങ്ങനെയാണോ? അത് തുടങ്ങുന്ന അങ്ങനെയല്ലേ? ആരാണ്? സൂതൻ ആർക്കാ ഇത് ഉപദേശിച്ചു കൊടുക്കുന്നത്? ഇവിടെ തുടങ്ങി അങ്ങനെ പറഞ്ഞില്ലേ? ഇതൊക്കെ ഈ കഥയെല്ലാം പറഞ്ഞില്ലേ? ആർക്കാ പറഞ്ഞു കൊടുക്കണേ?
പരിഷത്ത് മഹാരാജാവിന് എപ്പോഴാ ഏത് സമയത്താ പറഞ്ഞു കൊടുക്കുന്നത്? അതുവരെ രാജാവ് എന്നുള്ള അഹങ്കാരം, അല്ലെങ്കിൽ തൻ്റെ അധീനതയിലാണ് ഈ ലോകമെന്ന് ധരിച്ചുകൊണ്ട് അതുവഴി നടന്നിരുന്നയാള് കുറച്ച് വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ രാജാവിൻ്റെ തൻ്റെ ആ പ്രൗഢിയും അഹങ്കാരത്തെയും അല്ലെങ്കിൽ തൻ്റെ അഹംബോധത്തെയും ഗൗനിച്ചില്ല എന്ന് കണ്ടുകൊണ്ട് ആ ഒരു ധ്യാനത്തിലിരുന്ന മുനീശ്വരൻ്റെ കഴുത്തിലേക്ക് പാമ്പിനെ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് എടുത്തിട്ടു. അവിടുന്ന് ലഭിച്ച ശാപം കൊണ്ട് മൃത്യുവിലേക്ക് പോകുമ്പോൾ ആ ജീവൻ മുക്തി നൽകുവാൻ, അല്ലെങ്കിൽ ആ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി നൽകപ്പെടുന്ന ഉപദേശം അത് കേട്ടിരുന്നു അദ്ദേഹം. എന്തിനാ കേട്ടിരുന്നേ? മൃത്യുഭയത്തിൽ നിന്ന് മാറാൻ. എത്ര രസമായിട്ടല്ല, അതിൻ്റെ തുടക്കം തന്നെ ആ ശ്രവണത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അറിയാതൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് അത് വന്ന, ഇത് ശരിയാവണമെന്നില്ല, എന്നാലും ഈ ചിന്തയും അതിലേക്ക് എത്തിപ്പോകാനായിട്ട് കുഴപ്പമില്ലോ അല്ലേ? അതായത് ഭഗവാൻ ശരിക്കും പരിഷത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് ശ്രവണത്തിൻ്റെ ഒന്നാമതായിട്ട് പറഞ്ഞത് ശ്രവണം. നന്നായിട്ട് ശ്രവണം ചെയ്യുന്നവരാവണം, നന്നായിട്ട് കേൾക്കുന്നവരാവണം. നമ്മൾ നന്നായിട്ട് കേൾക്കുമോ? നമ്മൾ നന്നായിട്ട് കേൾക്കുന്നവരാണോ? ആണോ? എല്ലാവരും പറയും കേൾക്കുന്നവരാണെന്നല്ലേ. പക്ഷെ നമ്മൾ കേൾക്കുന്നവരാണ്, നമ്മൾ കൂടുതൽ പറയുന്നവരാ ഇല്ലേ? നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് നമ്മൾ അവസരം എടുക്കാറുണ്ടോ? അവരുടെ സങ്കടങ്ങളാവും നമ്മളോട് ചിലപ്പോൾ വന്ന് പറയാനുള്ളത്, അവരുടെ ആവലാതികളാവും നമ്മളോട് പറയാനായിട്ടുള്ളത്, അവരുടെ ആവശ്യങ്ങളാവും നമ്മളോട് പറയാൻ. പക്ഷെ നമ്മൾ അവരെ കേൾക്കാൻ നിൽക്കാറുണ്ടോ? ഭാര്യ ഭർത്താവ് കേൾക്കാറുണ്ടോ? ഭർത്താവിന് ഭാര്യ കേൾക്കാറുണ്ടോ? മക്കളെ കേൾക്കാറുണ്ടോ? നമ്മൾ കേൾക്കാറുണ്ടോ? നമ്മൾ കേൾക്കാറില്ല. അതായത് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുക, ജീവിതത്തിന് നിത്യജീവിതത്തിൽ വേണ്ടുന്ന കാര്യം ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് നല്ല ശ്രവണം ഉണ്ടാവണം. ഈ ഭക്തി എന്ന തലത്തിലേക്ക് തന്നെ എടുത്തല്ല, ശരിക്കും ഇതിനെ നമ്മുടെ ഈ നിത്യജീവിതത്തിലേക്കും എടുത്തു വെക്കണം. ഏത് കാര്യത്തെയും നല്ല ശ്രവണം, നന്നായിട്ടൊരു കേൾവിക്കാരനാകാൻ കഴിയണം. നമുക്ക് നല്ലൊരു കേൾവിക്കാരനായിട്ട് ജീവിക്കാൻ കഴിയണം. അങ്ങനെ കേൾക്കുന്നതിൽ എന്ത് സുഖമാണെന്നറിയാമോ? അതിന് നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് ഇടയ്ക്ക് നമ്മുടെ കാതുകളെ തുറന്നു വെച്ചുകൊണ്ട് പറയുന്നത് എന്താണോ അതിനെ നന്നായിട്ട് ശ്രവിച്ച് ആ പറയുന്നതിന് തക്കതായിരിക്കുന്ന മറുപടി കൊടുക്കാൻ കഴിയുക വലിയൊരു കാര്യമാണ്, വലിയൊരു കഴിവുമാണ്. അങ്ങനെ അതിനൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, അവരുടെ ദുഃഖം ഒന്ന് കേൾക്കാൻ, ആ ദുഃഖത്തിന് പരിഹാരം, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ഒന്ന് കേൾക്കാൻ ആളുണ്ടെങ്കിൽ ജീവിക്കാൻ ഇഷ്ടം പോലെ ആൾ ഈ ഭൂമിയിലുണ്ടാവും ഇല്ലേ? നമ്മുടെ പത്രവും ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എത്ര ആത്മഹത്യകൾ ഓരോ ദിവസം? ഇതൊക്കെ നിസ്സാര നേരം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പോലീസിന്റെ ഒരു ഇതുണ്ട്, 1501 എന്ന് പറഞ്ഞൊരു നമ്പറിലോട്ട് വിളിച്ചാൽ മതി എന്ന് പറയും. എന്നാച്ച ഈ ഒരു വിളിയിൽ ഇത് കേൾക്കാൻ ഒരാൾ അങ്ങാപ്പുറത്തിരുമ്പുണ്ട്. നമ്മുടെ സങ്കടം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ ആ ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊന്നും ഞാൻ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി പറഞ്ഞില്ല, വന്നപ്പോൾ അങ്ങ് കണക്റ്റഡ് ആയി പോയത് കേട്ടോ. എന്താണ്? ശ്രവണം ഉണ്ടാവണം, ശ്രവിക്കുക, നന്നായിട്ട് കേൾക്കുന്നവരാവണം. കേൾക്കുന്നത് എന്താ കേൾക്കേണ്ടത്? നല്ല കാര്യങ്ങൾ കേൾക്കാൻ, അത് സദ്വിചാരമുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രവിക്കുവാൻ ശേഷിയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വേണം, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക്. അല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെയാ പോണത്? എവിടെയാ നമ്മൾ പോണേ? നമ്മൾ പോകുന്നത് ഏറ്റവും വലിയ കോലാഹലം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് പോലെ. അവിടെ ഇരുന്ന് ശ്രവിക്കാനായിട്ട് എന്തെങ്കിലും കേൾക്കാറുണ്ടോ? അവിടെ ഇരുന്ന് എന്തെങ്കിലും നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ ശബ്ദം കൂടി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാരായണം നടക്കുമ്പോൾ എത്ര സുന്ദരമല്ലേ? നമ്മൾ പോലും അറിയാതെ നമ്മളങ്ങ് ലയിച്ചു പോകും. ഈ ശ്രവണ മാത്രേണ ഉള്ളിലേക്ക് ആ അന്തരംഗമായി നമ്മൾ അതിലേക്ക് ലയിച്ചു മാറും. നന്നായിട്ട് ശ്രവിക്കാൻ കഴിഞ്ഞാൽ, നന്നായിട്ട് കേൾക്കുന്നവരാവാൻ കഴിഞ്ഞാൽ, നന്നായിട്ട് ആ സ്വത്ര ഇന്ദ്രിയങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരാവാൻ അല്ലേ? അതുകൊണ്ടായിരിക്കാം ഭഗവാൻ 2 എണ്ണം തന്നെ ഇത് നൽകിയിരിക്കുന്നത് അല്ലേ? ആണോ? ഇത് 2 എണ്ണം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് 2 എണ്ണം നൽകി. എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് മോശം വന്നു പോയാൽ ഒരിക്കലും നമ്മുടെ കാതുകളിൽ എത്താതെ പോകരുത്. ഒരു ശബ്ദവും നമ്മൾ കേൾക്കേണ്ടത് എത്താതെ പോകരുത്. പക്ഷെ നമ്മളിന്നൊന്നും കേൾക്കുന്നില്ല. അതായത് ഇവിടെ നമ്മൾ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ശ്രവണത്തിന് എന്താ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കണം? ഒന്നാമതായിട്ട് പറഞ്ഞ ശ്രവണം. എന്താണ് ശ്രവിക്കേണ്ടത്? ബ്രഹ്മവിദ്യ ശ്രവിക്കണം. അതായത് ഈശ്വരനെ കുറിച്ചുള്ള വിദ്യ ശ്രവിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ആരാധനയുണ്ട് അല്ലെ? ആരാധനാ സമ്പ്രദായമുണ്ട്. അതിൽ നിർഗുണവും അതുപോലെ സഗുണമായിരിക്കുന്ന ആരാധനകളാണ് നമ്മുടെ ഹൈന്ദവ ആചാരത്തിൽ, ഹൈന്ദവ രീതിയിലൂടെ വന്ന് ആചാരത്തിൽ കടന്നു പോകുന്ന നിർഗുണവും സഗുണവുമായ ആരാധനാമൂർത്തികളെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരാധനാമൂർത്തികളെ
നമ്മൾ ആരാധിക്കുമ്പോൾ അങ്ങനെയുള്ള കീർത്തനങ്ങളെക്കുറിച്ച്, അതായത് സഗുണ ആരാധന എന്നുള്ള ഈ രൂപഭാവങ്ങളുള്ള ഈശ്വരന്മാരെ, ദേവീദേവന്മാരെ, വിഷ്ണുവിനെ, കൃഷ്ണനെ, ശിവനെ, അതുപോലുള്ള ആ മൂർത്തികളെക്കുറിച്ചുള്ള ആ കീർത്തനങ്ങളും അതുപോലുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നവരെ, നന്നായിട്ട് ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നവരായിരിക്കണം. ഭക്തിയുടെ ഒന്നാമത്തെ പാഠമാണ്. അപ്പോൾ ആ പാഠം ഒന്നായിട്ടിരിക്കുമ്പോൾ ഇപ്പം എത്ര പേരുടെ കണ്ണടഞ്ഞു പോകുന്നുണ്ടെന്ന് പറയാം. എനിക്കിവിടെ നോക്കിയാൽ കാണാം. കാരണം ഞാൻ നിങ്ങളെ എല്ലാവരെയും നോക്കിയിരിക്കുക. നിങ്ങളെല്ലാവരും എന്നെ നോക്കുമ്പം എല്ലാവരുടെയും മുഖത്തേക്ക് എൻ്റെ കണ്ണൂര്. അതിനുള്ള കാരണം കൂടെ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മജന്മാന്തരം കൊണ്ടാണ് നമുക്ക് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയത്. ഈ മനുഷ്യജന്മം കിട്ടിയപ്പോൾ ഇപ്പോൾ കോടിക്കണക്കിന് എത്ര ജന്മം എടുത്താലും ശരിക്കും ജ്യോതിഷമൊക്കെ നന്നായിട്ട് അറിയാവുന്നവർ നോക്കിക്കഴിഞ്ഞാൽ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ളത് തന്നെ നമ്മുടെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ എന്താ തക്കുറി എന്നാണ് പറയുന്നത്, എന്താണ് ജ്യോതിഷം, നമ്മുടെ ഹോറോസ്കോപ്പിൽ ഗ്രഹനിലയിൽ തന്നെ അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതായത് നമ്മുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ ഞാൻ ശരിക്കും ചെയ്യുന്ന ജോലി രാജസികമായ ജോലിയാണ്. അപ്പോൾ ആ രാജസികമായിരിക്കുന്ന ജോലിയിൽ ഞാനിപ്പോൾ സ്വാത്വികമായിരിക്കുന്ന കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? അതായത് ബ്രഹ്മവിദ്യയെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് പറയാം. അതായത് ഞാനൊരു സേനയിൽ ആയിരിക്കുമ്പോൾ രാജസികമായ ജോലി ചെയ്യുന്നു. എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ശത്രു സംഹാരമാണ്. അപ്പോൾ അതായത് രക്തത്തെ കാണുന്ന ജോലി, അതായത് ഒരാളുടെ ജീവനെ ഹനിക്കുന്ന ജോലി ചെയ്യുന്നയാൾ ഇവിടെ നിന്ന് ഇപ്പം ചെയ്യുന്നത് എന്താ പറഞ്ഞിരിക്കണേ? ബ്രഹ്മവിദ്യയെ അങ്ങോട്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തലത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ സ്വാത്വികമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഗ്രഹനില ചിലപ്പോൾ എടുത്തു നോക്കി ഇതൊക്കെ കാണുമായിരിക്കും. ഞാൻ എടുത്തു നോക്കിയിട്ടില്ല, അത് കാരണം എനിക്കറിയത്. അതായത് നമുക്കിത് എടുത്തു നോക്കിയാൽ പോലും പൂർവ്വജന്മത്തെക്കുറിച്ച് കൃത്യമായിട്ട് അതിൽ വിശകലനം ചെയ്ത് വിമർശിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്രമാത്രം ശ്രേഷ്ഠമാണ് നമ്മളുടെ വിദ്യയും അതിലൂടെ അനുബന്ധമായിട്ട് പോകുന്ന കാര്യങ്ങളുമൊക്കെ. എന്താണെങ്കിലും അപ്പോൾ നമ്മുടെ ഈ ജന്മജന്മാന്തരങ്ങളായി വന്നടിഞ്ഞു കൂടിയിരിക്കുന്ന കർമ്മവാസനകൾ കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറണമെങ്കിൽ നല്ലതായിട്ട് ശ്രവണം വേണം. രണ്ടാമതായിട്ട് വേണം കീർത്തനം. ശ്രവിച്ചാൽ മാത്രം പോരാ, കേൾക്കുന്ന കാര്യത്തെ നന്നായിട്ട് കീർത്തിക്കുന്നവരാവണം. കീർത്തിക്കാറുണ്ടോ? ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു അല്ലേ? ഇന്നുണ്ടോ? ഇന്ന് വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ വൈകുന്നേരങ്ങളും, അതായത് ശരിക്കും നമ്മളുടെ വീട്ടില് എപ്പോഴൊക്കെയാ കീർത്തിക്കേണ്ടത്? വീട്ടില് ശരിക്കും അങ്ങനെയല്ല, സദാപി ഈശ്വരനാമം സ്മരിച്ചുകൊണ്ട് നടക്കണം. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കാണും. കാരണം നാരദ മഹർഷി സദാജീവിതം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അതായത് ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായി ജനിച്ചു തീർന്ന് അവിടെ നിന്നും വീണ്ടും ഭഗവത് കൃപയാൽ ആ ഒരു ബ്രഹ്മർഷിയായിട്ട് പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ജന്മം കൊണ്ട് സദാപി നാരായണനെ ഇങ്ങനെ ജപിച്ച് 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 ഇങ്ങനെ നടക്കുക. നാരായണ 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 എന്ന് മാത്രമേ ജപിക്കുന്നുള്ളൂ. അതായത് ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നില്ല. അത് ചേർന്നിരിക്കുകയാണ് ഭഗവാനിലേക്ക്. തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം ചേർന്നിരുന്നു കൊണ്ട് ആ നിലയിലുള്ള കീർത്തനത്തിലേക്ക് വന്നെ സദാപി ജപിക്കാൻ കഴിയണം. ഇപ്പം നമ്മൾ അതിനേറ്റവും ലളിതമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്നാ ചെയ്യുന്നത്? ശ്രവണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിന് കീർത്തനം. നമ്മൾ കീർത്തനത്തിലേക്ക് വരുമ്പോൾ കീർത്തനം നമ്മളെങ്ങനെ ചെയ്തു പോകുന്നത്? കീർത്തനം നമ്മളിപ്പോൾ 2 നേരത്തേക്ക് ആക്കി അല്ലേ? 2 നേരത്തേക്ക് ആക്കിന്ന് പറയും ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയല്ലേ ഉള്ളൂ? 2 നേരം ചെയ്യാറുണ്ടോ? വളരെ അപൂർവമായിരിക്കുന്ന ആൾക്കാരായിരിക്കും അത് ചെയ്യുന്നത്. അതായത് ഒരു നേരം തന്നെ ഇപ്പൊ വിമുഖമായിട്ടാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. അത് വീട്ടിൽ ഇച്ചിരി തലം നരച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വഴക്ക് പിടിക്കുന്ന കാരണം വൈകുന്നേരം വിളക്കും കൊളുത്തി പ്രാർത്ഥന ചൊല്ലുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ അധപ്പതിച്ചിരിക്കുക അല്ലേ? ശരിയല്ലേ? ആ സമയത്ത് നമ്മൾ എവിടേക്കാ പോകുന്നത്? വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പില്. അത് ശരിക്കും വിഡ്ഢിപ്പെട്ടിയില്ല. അവിടെ എന്താ അതിനകത്ത് കാണിക്കണേ? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ലാതെ ഒരു കാര്യം അവർക്ക് പറയാനായിട്ടില്ല അല്ലേ? അവിടെ കുറെ വസ്ത്രത്തിന്റെ പകിട്ടും മറ്റു കാര്യങ്ങളും കാണാൻ വേണ്ടി നിങ്ങൾ പോയിരിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞു, കുഞ്ഞേ, ഒരു ദിവസത്തിന്റെ, അതായത് സന്ധ്യാവേളയിൽ, അതായത് നമുക്ക് 4 സന്ധ്യയുണ്ട്, അതിൽ 2 സന്ധ്യാവേളയിൽ നമ്മൾ ഉറപ്പായിട്ടും ഈശ്വര ആരാധന, അതായത് ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത, എവിടെ നിന്നാണോ നീ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധ്യം നിനക്കുണ്ടാവണം. നിന്നിലേക്ക് ആത്മബലം ഒഴുകി വരണം. ആ ആത്മബലം ഒഴുകി വരുവാനായി നീ കീർത്തിക്കുവാനായി ഇവിടെ ഇതാ ഞങ്ങൾ കുറേ മന്ത്രങ്ങൾ, കുറേ വേദോക്തങ്ങൾ, വേദസൂക്തങ്ങൾ ഇവിടേക്ക് നിനക്ക് നൽകുന്നു. കുഞ്ഞെ, ഇത് നീ കീർത്തിച്ചാൽ നിന്റെ ശരീരത്തിനും അതുപോലെ നീ അധിവസിക്കുന്ന ഗൃഹത്തിനും നിന്നെ ചുറ്റിപ്പറ്റുന്നവർക്കും
അവിടേക്ക് യഥാർത്ഥമായിരിക്കുന്ന ഈശ്വരത്തിൻ്റെ ഊർജം അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ഊർജം പ്രസരിക്കും. ആ ഊർജത്തിൽ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥന സന്ധ്യാവേളയിൽ ചെയ്താൽ അതിന് ചുറ്റും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ആ ഊർജം എത്തി നല്ല മേധാശക്തിയുള്ളവരായി തീരും നമ്മൾ. ഇന്നങ്ങനെയുണ്ടോ? നല്ല മേധാശക്തി ഉള്ളവരുണ്ടോ? ചില കാര്യങ്ങൾ മൈക്ക് കേട്ട് ചില കാര്യങ്ങൾ പറയാൻ മേലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് കേരളത്തിൻ്റെ ഉദ്യോഗതലം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നത് ബ്യൂറോക്രാറ്റ്സാണ്. അതായത് ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ. ആ ഉദ്യോഗ തലത്തിലുള്ളത് എത്രമാത്രം ഹൈന്ദവ ജനതയിലുള്ളവരെന്ന് നോക്കണം നിങ്ങൾ. ഇതിൻ്റെ കാരണം ഭാഗവതം പോലുള്ള അമൂല്യ ഗ്രന്ഥങ്ങളെ ഇന്ന് നമ്മൾ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? നമ്മുടെ ബുക്ക് ഷെൽഫിൽ അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ അറിയാമോ? ഇതിൻ്റെ കഥകളെങ്കിലും അറിയുമോ? ഇതൊന്നും അറിയില്ല. ഇത് അറിയിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇത് പറ്റാതെ പോകുന്നത്? ആകെ ഒരു കർക്കിടമാസം വരുമ്പം ഒരു ഗ്രന്ഥം തട്ടിപ്പൂട്ടി എടുക്കും നമ്മുടെ സ്വന്തം എന്ന് പറയും. എന്താ എടുക്കുന്ന? രാമായണം. എന്നിട്ട് എടുത്തു വെച്ച് ആ കർക്കിടകത്തിലെ പ്രാർത്ഥന ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് ഉത്തമ പുരുഷനും ശ്രേഷ്ഠനും ധർമ്മനിഷ്ഠനുമായ രാമനെ എടുത്ത് നേരെ ഷെൽഫിലേക്ക് നമ്മൾ വെച്ചങ്ങ് സൂക്ഷിച്ചേക്കും അല്ലേ? ഇങ്ങനെയുള്ള മക്കളൊന്നും നമുക്ക് ഉണ്ടാവണ്ട. നല്ല മക്കൾ നമുക്ക് വേണ്ടല്ലേ? നമുക്ക് അങ്ങനെ ആഗ്രഹമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടാവണമെങ്കിൽ ഇതൊക്കെ കേട്ടും പഠിച്ചും വളരുന്നവരാവണം നമ്മുടെ കുട്ടികൾ. അതായത് നമ്മുടെ മഹാപ്രതിഭകളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ചോ മഹാത്മജിയെ കുറിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ കേൾക്കുന്ന മഹാത്മജിയെ കുറിച്ച് ഇവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ മാതാക്കള് അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ കുസൃതിയെ പരിഹരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപാധി എന്ന് പറഞ്ഞാൽ ഈ ധർമ്മഗ്രന്ഥങ്ങളായിരുന്നു, ഇതിൻ്റെ പാരായണമായിരുന്നു, ഇതിൻ്റെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്തത് മുത്തച്ഛിമാരുടെ ജോലി. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾക്ക് എന്താ കൊടുക്കുന്നത്? ഏറ്റവും വലിയ സുഹൃത്തിനെ കൊടുക്കും അല്ലേ നിങ്ങൾ? അതായത് ഏറ്റവും വലിയ സുഹൃത്തിനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, അതായത് ജനിച്ച് വീണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം മാസം തൊട്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കും അല്ലേ? കാരണം എന്താ വെച്ചാൽ കരഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത് അന്നേരം ശല്യം തീരുമല്ലോ. അതുകൊണ്ട് എന്ത് വേണ്ടി? ജീവിതത്തിൽ അവസാനം വരെ അവൻ ഇതും പേരെക്കൊണ്ട് നമ്മളെ ആരെയും തിരിച്ചറിയാതെ അവൻ്റെ സുഹൃത്തും അമ്മയും അച്ഛനും എല്ലാം ഇതാ നമ്മൾ കൈ കൊടുത്താ. അപ്പോൾ എന്താണെങ്കിലും പോട്ടെ, ആ വിഷയത്തിലേക്ക് പോകണം. ഞാൻ എൻ്റെ ഒരു കുഴപ്പമില്ല, ഞാൻ ഈ എന്താ പറഞ്ഞ ആത്മീയമായിരിക്കുന്ന ഭാഗത്തേക്ക് ഒത്തിരി അടുത്ത് നിൽക്കാത്ത ആളായതുകൊണ്ടും ഇതിലുള്ള വിഷയങ്ങളിൽ ഒത്തിരി യാത്ര ചെയ്യാത്തതുകൊണ്ട് അതിൽ പോയാൽ ഇങ്ങാ വഴിക്ക് യാത്ര ചെയ്യും. കൂടുതലും അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമതായി പറഞ്ഞത് എന്തായിരുന്നു? ഒന്നാമത് എന്നായിരുന്നു? ശ്രവണം. രണ്ടാമതായിട്ട് കീർത്തനം. നന്നായിട്ട് കീർത്തനം ചെയ്യണം. ഈശ്വര ഭജനം ഉണ്ടായിരിക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ശ്രമിക്കും, നന്നായിട്ട് കേൾക്കുക. കേൾക്കുന്ന കാര്യത്തെ നിരന്തരമായി മനനം കീർത്തനം ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മൾ എന്ത് കേട്ടാലും ഒരു കൃതി കേട്ടാൽ, അതായത് ഇവിടെയൊക്കെ ഇത് എന്തിനാ ഈ ഭാഗവത സപ്താഹം നടത്തി അല്ലെങ്കിൽ സത്രം നടത്തി? എന്തായിരുന്നു ഉദ്ദേശം? ശരിക്കും ഉദ്ദേശം എന്താ ഇതിൻ്റെ ശരിക്കുമുള്ള ഉദ്ദേശ ലക്ഷ്യം? എന്താ ഉദ്ദേശ ലക്ഷ്യം? ആചാര്യനോട് നമുക്കൊന്ന് ചോദിച്ചാലോ. എന്താ ഉദ്ദേശലക്ഷ്യം? എന്താ ആചാര്യനെ? ഭാഗവത സത്രം നടത്തുന്ന ഉദ്ദേശലക്ഷ്യം എന്താണ് ശരിക്കും? ഉന്നതിയിലെത്തിക്കുക, ഇത് പാരായണം ചെയ്യുവാനും ആ രീതിയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാണ് 18 വർഷമായിട്ട് ഇവിടെ ഇത് 18-ാം വർഷം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ 18 വർഷമായിട്ട് ഇനി ഈ വഴി ഞാൻ വരത്തില്ല, വന്നിട്ടും കാര്യമില്ല, ഇങ്ങോട്ട് നിങ്ങൾ കയറ്റത്തുമില്ലെന്നറിയാം. ഇങ്ങനെയൊക്കെ ചോദിക്കാനുണ്ടോ, വരേണ്ട കാര്യമുണ്ടോ? പക്ഷെ യഥാർത്ഥമായി ഒന്ന് ചിന്തിക്കണ്ടേ നമ്മൾ? അത് ഇത്രയും കാലം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് നിങ്ങളുടെ അടുത്ത്. അത് ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുഞ്ഞെ പറയുന്നത്. ഭക്തിയുടെ പ്രാധാന്യം ഇതാണ്. ഇതിന് നിരന്തരം ഒന്ന് പാരായണം ചെയ്യാനും മനനം ചെയ്യുവാനും. അപ്പോൾ അതിനകത്ത് പറഞ്ഞു തരികയാണ്, ശ്രവണം ഉണ്ടാവണം. നന്നായിട്ട് കേൾക്കുന്നവരാണ്, ഇത് നന്നായിട്ട് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അതിനെ നന്നായിട്ട് കീർത്തനം ചെയ്യണം. കീർത്തനം ചെയ്താൽ മാത്രം പോരാ, സ്മരണനം ചെയ്യണം. അത് നന്നായിട്ട് അതിനെ ചിന്തിക്കണം. മനനം ചെയ്യുന്നവരാവണം. ചിന്തിക്കുന്ന കാര്യത്തെ മനനം ചെയ്യണം. മനനം ചെയ്യുന്നവനൊരു പേരുണ്ട്. എന്താണ് മനനം ചെയ്യുന്നത്? മനുഷ്യനാണോ? അത് നന്നായിട്ടറിയാം. മനനം ചെയ്യാറുണ്ടോ? നന്നായിട്ട് മനനം ചെയ്യാറുണ്ടോ? എന്തെങ്കിലും കാര്യം മനനം ചെയ്യാറുണ്ടോ? നമ്മൾ ഈ കേട്ട എന്തേലും കാര്യം പോയി കിടക്കുന്നതിന് മുൻപ് ഇന്ന് കേട്ട കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഭഗവാന്റെ കഥ ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു ഭഗവാൻ എന്ന് അനുഭവിച്ചത്? എത്ര ആനന്ദത്തിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ രാസകീട അല്ലെങ്കിൽ
ഭഗവാൻ നമ്മുടെ ഗോപികമാരുമൊത്ത് അന്ന് ആടിയ രാസലീലയെക്കുറിച്ച് സാറ് ഇന്നിവിടെ വിശ്വനാഥ നമ്പൂരി സാറ് പറഞ്ഞപ്പോഴത്തേക്കുണ്ടായ അനുഭൂതി, അല്ലെങ്കിൽ അതിൽ ഇന്നലെ വരെ കേട്ടിരുന്ന തെറ്റിൽ നിന്ന് മാറി യഥാർത്ഥമായി ഭഗവാൻ ആ ആനന്ദത്തെ, ആ ഭക്തിയുടെ ലയത്തിൻ്റെ അനുഭൂതിയെ നൽകിയെന്ന് പിന്നീട് ആരെത്ര പേര് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചോ? ഇതിനാ നമുക്ക് സമയമല്ലേ? ഇവിടെ ഇരുന്നത് കേട്ടു. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് രണ്ടും തന്നിരിക്കുന്നത് ഇത് നമുക്ക് ചുമ്മാ തന്നല്ല, നന്നായിട്ട് ശ്രവിക്കാൻ 2 അതിനുശേഷം ഇവിടേക്ക് ഒരു 1200 ഗ്രാം എന്ന് പറഞ്ഞൊരു വസ്തു നൽകിയിട്ടുണ്ട്. 1200 ഗ്രാമുള്ള വസ്തു, നമ്മുടെ തലച്ചോറെന്ന് പറയുന്ന വസ്തു നൽകിയിരിക്കുക. എന്തിനാ നൽകിയിരിക്കണത്? അതായത് കേൾക്കുന്ന കാര്യത്തെ നന്നായിട്ട് മനനം ചെയ്യണം. ഈ മനനം ചെയ്ത് കഴിഞ്ഞാൽ, മനനം ചെയ്താൽ പിന്നീട് വേണ്ടത് അർച്ചനമാണ് ശരിക്കും. അതായത് ഒരു പൂജയായി ഇതിനെ എടുക്കണം, മറ്റുള്ളവരിലേക്ക് അത് പൂജയായിട്ട് എത്തിക്കാൻ കഴിയണം. അതിൽ ഭാഗവതം പറയുന്നത് പാദസേവനം ചെയ്യണമെന്ന്. അതായത് ഭഗവാന്റെ പാദസേവയായിക്കൊണ്ട് സർവകർമ്മങ്ങളെയും അർപ്പിച്ച് ചെയ്യാൻ കഴിയണം. നന്നായിട്ട് ഭഗവത് കഥകൾ ശ്രവിക്കുന്നവരാവണം, അതിനെ കീർത്തനം ചെയ്യുന്നവരാവണം, അതിനെ നന്നായിട്ട് സ്മരണനം ചെയ്യുന്ന, അതിനെ എപ്പോഴും മനസ്സിലിട്ട് വിമർശിച്ചുകൊണ്ട്, വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കീറി മുറിക്കുക എന്നല്ല അർത്ഥം, ഏറ്റവും നന്നായിട്ട് ചിന്തിക്കുക എന്ന. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അതിനെ ചിന്തിച്ച് അതിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കണം, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മളിപ്പോൾ രാസഗീതയുടെ കാര്യം നന്നായിട്ടല്ലേ നമ്മൾ എടുത്തത്? അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഭാഗവതത്തിൻ്റെ ഏറ്റവും ആന്തരികമായിരിക്കുന്ന സത്തയെ ഊറ്റിക്കൊടുക്കാനായിട്ട് അല്ലെ ഊറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും പറയും അതിൻ്റെ കഥയുടെ മേളിലൂടെയുള്ള യാത്ര ചെയ്യും. അപ്പോൾ കഥകൾ കേൾക്കാൻ നമ്മൾ ഇഷ്ടമുള്ളവരായതുകൊണ്ട് കഥകൾ കേട്ടിട്ട് കഥയുടെ ഉള്ളിലുള്ള അന്തരാർത്ഥവും കാമ്പിനെയും അറിയാതെ വീണ്ടും അന്ധരാനെ കണ്ട പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം, അല്ലേ? അന്ധന്മാരെങ്ങനെ ആനയെ കാണാൻ പോയത്? ആദ്യം 4 അന്ധന്മാര് ആനയെക്കുറിച്ച് തൻ്റെ ഒരു കൂട്ടുകാരൻ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് 4 അന്ധന്മാര് ആനയെ കാണാനായിട്ട് പോയി. അപ്പോൾ ആദ്യത്തെ ആള് ചെന്ന് ആനയുടെ കാലിൽ പിടിച്ചപ്പോഴത്തേക്ക് അതൊരു തൂണാണ്, അല്ലേ? ഒരു തൂണാണെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ആനയെന്ന് പറഞ്ഞാൽ വലിയൊരു തൂണാണെന്ന് പറഞ്ഞു. അടുത്ത ആള് ചെന്ന് പിടിച്ച് ആനയുടെ തുമ്പിക്കയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ആനയുടെ തുമ്പിക്കയിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഇതൊരു പീച്ചാങ്കുഴല, വെള്ളം ചീറ്റുന്ന കുഴലാന്ന് പറഞ്ഞു. അടുത്ത ആള് എന്നേച്ച് നേരെ പിടിച്ച് ചെവിയിൽ പിടിച്ചിട്ട് നേരെ പറഞ്ഞു ആനയെന്ന് പറഞ്ഞാൽ അരി പാറ്റുന്ന മുറമാണെന്ന് പറഞ്ഞു. അടുത്ത ആള് എന്ന് പിടിച്ച് ആനയുടെ വാലിൽ പിടിച്ചിട്ട് നേരെ ആ വാലിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ചൂല് കുറ്റിച്ചൂല് ആനയെന്ന് പറഞ്ഞു. പക്ഷെ ആനയെ കണ്ണുള്ളവൻ കാണുമ്പോൾ അറിയാം കരയിലെ ഏറ്റവും വലിയ ജീവി, അടുത്തോട്ട് ചെല്ലുന്നവനെ തകർത്ത് അതിൻ്റെ നിശേഷം നമ്മളെ ഭൂമിയിലേക്ക് നശിപ്പിക്കാൻ കഴിവും ആരോഗ്യവുമുള്ള ജീവിയാണെന്നറിയാം. പക്ഷേ ഈ അന്ധൻ കാണുന്നത് പോലെ നമ്മളെ പഠിപ്പിച്ച് ഈ ഗ്രന്ഥങ്ങളിലേക്ക് നയിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഇത് നന്നായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുപോലുള്ള വേദികൾ നൽകുന്നു. ആ വേദികളിലൂടെ യഥാർത്ഥമായ സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴെങ്ങനെയാണ് പറഞ്ഞത്? ഭക്തിയിൽ 1-ാമതായി ശ്രവണം, 2-ാമതായിട്ട് കീർത്തനം, 3-ാമതായിട്ട് സ്മരണം, 4-ാമതായിട്ട് പാദസേവനം ചെയ്യണം. പാദസേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതമെന്ന്, അല്ലെങ്കിൽ സർവകർമ്മങ്ങളും ഭഗവാന്റെ പാദങ്ങളിലേക്കുള്ളതാണെന്ന് വിചാരിച്ചു കൊണ്ടുള്ള കർമ്മം ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഭഗവാൻ ആരാ നിങ്ങളുടെ ഭഗവാൻ? ആരാ നിങ്ങളുടെ ഭഗവാൻ? ആരാ? ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചത്. ന്യൂനപക്ഷം എൻ്റെ ആൾക്കാർ, ഭൂരിപക്ഷ ആൾക്കാരെന്ന് പറയുമ്പോൾ സ്ത്രീജനങ്ങളാണ്. നിങ്ങളുടെ ഭഗവാൻ ആരാ? പതി പരമേശ്വരൻ, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. പറയാനായിട്ട് അങ്ങോട്ട് വരണില്ല. നമുക്ക് അങ്ങോട്ടൊരു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ബോണ്ടിങ്ങിൻ്റെ ഒരു, അല്ലേ? ആ പതിയും പരമേശ്വരനായി മാറുന്നതിൻ്റെ ബോണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമാണോ? അപ്പോൾ അതെൻ്റെ ആയിരിക്കത്തില്ല. എന്നാണേലും നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു പാദസേവനം ഉണ്ടാവും, ജീവിത വിജയം ഉണ്ടാവും. കാരണം ഭർത്താവിനെ ഈശ്വരനായി കണ്ടാണ് നമുക്ക് അന്നത്തെ ആ ദിവ്യമായൊരു ചടങ്ങ് നടക്കുന്നത്. വിവാഹമെന്ന് പറയുന്ന ദിവ്യമായിരിക്കുന്ന ചടങ്ങ് നടക്കും. ആ ചടങ്ങിൽ നടക്കുമ്പോഴത്തേക്ക് ആ പരമേശ്വരൻ, അത് വിഷ്ണുവിന് തുല്യനായിരിക്കുന്നവനെ നിന്റെ ഭർത്താവായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നമ്മളുടെ വൈദികൻ നമ്മളുടെ കയ്യിലേക്ക് നമ്മളുടെ കൈയും നമ്മളുടെ പതിയുടെ കൈയും തമ്മിൽ കൂട്ടിച്ചേർത്ത് പിതാവിൻ്റെ കൈയും ഒക്കെ വെച്ച് തന്നെ നമ്മളെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. അപ്പോൾ അവിടം തൊട്ട് നമ്മുടെ പരമേശ്വരൻ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അർദ്ധഭാഗമാണ്. അത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ ഒരു പുതിയ
തലത്തിൽ ഒരു ജന്മം കൊടുക്കാൻ സാധിക്കും, 2 പേർ കൂടി ചേർന്നാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരമേശ്വരനായിരിക്കുന്ന ആ പതിയെ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ ഈശ്വര സ്വരൂപമായി കണ്ട് ഭജിക്കുവാൻ ഈ പാദസേവ ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ ചെയ്താൽ ഉത്തമ കുടുംബമായിട്ട് നമുക്ക് മാറാൻ കഴിയും. അപ്പം തിരിച്ചിത് വേണ്ടേന്ന് ചോദിക്കും, ഇല്ലേ? അപ്പം ഈ തന്നെ ഈശ്വരനായി പരിചരിക്കുന്ന ആളെ ഏറ്റവും ശ്രേഷ്ഠമായി തിരിച്ച് പരിചരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി തിരിച്ച് പരിചരിക്കുന്ന ആരാ? ലക്ഷ്മി ദേവി അല്ലെ? ലക്ഷ്മി ദേവി എവിടെ ഇരിക്കണേ? ഭഗവാന്റെ പാദത്തിലിരിക്കുന്നത് അല്ലേ? പാദത്തിലല്ലേ? അതായത് ഭഗവാന്റെ പാദത്തിലിരുന്നു കൊണ്ട് വിശറി കൊണ്ട് വീശി കൊടുക്കുക. ഭഗവാൻ അനന്തനായിരിക്കുന്ന മെത്തയുടെ മേൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് അവിടെ വീശിക്കൊണ്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാദത്തിലാണ് നമ്മുടെ ഞരമ്പുകളെല്ലാം വന്ന് ചേർന്ന് പോകുന്നത് അല്ലേ? അവിടേക്ക് രക്തത്തിൻ്റെ ആ പ്രവാഹം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പമ്പിങ് തലച്ചോറിലേക്ക് നന്നായിട്ടുണ്ടാകുകയും ഉറക്കം നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പം നല്ല ഉറക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താണ്? നല്ല എല്ലാ ദേഷ്യ കോപതാപാദികളെല്ലാം മാറി നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന എല്ലാ വിശുദ്ധമായിരിക്കുന്ന അവസ്ഥകളും മാറി ശുദ്ധമായിട്ടായിരിക്കും ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് എഴുന്നേൽക്കുന്നത് അല്ലേ? രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നാറുണ്ടോ? അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന പ്രവൃത്തിയല്ല നമ്മുടെ ദേഷ്യം വരുന്നത് അല്ലേ? അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദേഷ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് അതിൻ്റെ രാസപ്രവർത്തനമെല്ലാം കൃത്യമായി ചെയ്ത് എല്ലാം തുല്യ അളവിൽ അവിടെ നിൽക്കുക. ഒന്നിനും, അതായത് ജനിച്ചപ്പോൾ എങ്ങനെയിരുന്നോ അതേ പരുവത്തിലേക്ക് ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുക. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ നിന്ന് വീണ്ടും ജാഗ്രതയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഏതാ പറഞ്ഞേ? ആ നല്ല സുഖമായിരിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ എങ്ങനെയായിരുന്നോ ആ സുഷുപ്തി, അല്ലെങ്കിൽ അർദ്ധസമാധിയിൽ കിടന്ന് സുഖിച്ചിരുന്നത് പോലെ നമ്മുടെ തലച്ചോറ് ആ സുഷുപ്തിയിലേക്ക് പോയ ജാഗ്രതയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല സുഖത്തിലായിരിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ര നല്ല ഇതിലായിരിക്കുന്നത്, ഒരു ദേഷ്യവും നമുക്ക് ആരോടും തോന്നില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ചെയ്തു പോകാനായിട്ട്. ഇപ്പം എവിടം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? എവിടെ നിർത്തിയേ? പാദസേവനത്തിൽ നിർത്തി. ഞാൻ മറന്നുപോയോന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പം എത്രയാണ് നമ്മൾ പഠിച്ച്? 4 കാര്യം പഠിച്ചു. ഇനി 5ാമത്തെ കാര്യം അർച്ചനം. അതായത് 1 ശ്രവണം, പിന്നെ ശ്രവണം, കീർത്തനം, പിന്നെ മനനം അല്ലെ സ്മരണനം, പാദസേവനം, പിന്നെ അർച്ചനം. അതായത് ഈശ്വരന് പൂജ ചെയ്യുക. അത് വനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുഷ്യന് മറ്റൊരു വേല ചെയ്തിടാൻ. അതായത് ഇതുപോലുള്ള പൂക്കളൊക്കെ ഇറുത്തുകൊണ്ട് ഭഗവാൻ ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടൊരു പൂജ ചെയ്യുന്നവന് മറ്റൊരു വേലയും ചെയ്തിട്ടുണ്ടെന്നോ. അതായത് ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന പാതാരബിന്ദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന, അതായത് ഈശ്വരൻ അധിവസിക്കുന്ന സ്ഥലമെന്ന് നാം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എപ്പോഴും ചിന്തയിലേക്ക് പോകുന്ന ആ ദ്യോവിൽ വസിക്കുന്നവനായിരിക്കുന്ന ഈശ്വരനെ, ആ ഈശ്വരനിലേക്ക് മാത്രം തൻ്റെ മുഖത്തെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സുന്ദരമായ ഭൂമിയിൽ അവതരിച്ച പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനാദികൾ കർമ്മങ്ങളൊക്കെ നടത്തുക. അടുത്ത പറയാൻ വന്ദനമാണ്. വന്ദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന രീതിയിൽ പരിചരണത്തോടു കൂടി ഇരിക്കുക എന്ന്. അത് നല്ല ശ്രേഷ്ഠമായ രീതിയിൽ പരിചരണത്തോടു കൂടി ഇരിക്കുക. അടുത്ത പറഞ്ഞാൽ ദാസ്യമാണ്. ദാസ്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവത്മയമായി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ട് എല്ലാം ഭഗവാൻ എന്ന നിലയിൽ ഒരു ഭൃത്യൻ എപ്രകാരം യജമാനന് വേണ്ടി ജോലി ചെയ്യുന്നുവോ ആ ജോലി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ച് ചെയ്യാൻ കഴിയണം. അടുത്തതായിട്ട് സഖ്യമാണ് പറയുന്നത്. 8ാമതായിട്ട് പറയുന്നത് സഖ്യഭാവം. സഖ്യഭാവം എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തായി തീരുക. ആദ്യം സഖേ എന്ന് വിളിച്ച്, ഇന്ന് നമ്മുടെ മറ്റുള്ളവരൊക്കെ അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. സഖേ എന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ട് വിളിച്ച 2 ആൾക്കാർ, 2 വ്യക്തികളാണ് അല്ലേ? ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവും അർജുനനും വിളിച്ച് അങ്ങോട്ട് ഇങ്ങനെ സഖേ എന്ന് വിളിച്ചത്. ഉത്തമ കൂട്ടുകാരായിരുന്നു. പക്ഷെ ആ ഉത്തമ കൂട്ടുകാരനായിരുന്നപ്പോഴാണോ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്? ആണോ? നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ? ഉത്തമ കൂട്ടുകാരനായിരുന്നപ്പോഴാണോ? അല്ല. എപ്പോഴാണ് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്? അത് സർവ്വതും നഷ്ടപ്പെട്ട് ഞാൻ അങ്ങയിൽ മാത്രം എനിക്ക് ശരണാഗതി എന്ന് പറഞ്ഞ് ആ അർജുനൻ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് ചെന്നപ്പോഴാണ് ആ സമയത്താണ് ഭഗവാൻ എന്താ ചെയ്തു കൊടുത്തത്? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഗീതയെ ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ നല്ല സഖ്യഭാവത്തിലിരിക്കുക. പിന്നെ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ആത്മസ്വരൂപം, ആത്മനിവേദനമായി തീരുന്നത്.
അങ്ങനെ ഭക്തിക്ക് നവഭാവങ്ങൾ, 9 ഭാവങ്ങൾ. ഒന്നാമതായിട്ട് നല്ലതായിട്ട് കേൾക്കുന്നവരാവണം. രണ്ടാമതായിട്ട് കേട്ട കാര്യങ്ങളെ നന്നായിട്ട് കീർത്തനം ചെയ്യുന്നവരാവണം. മൂന്നാമതായിട്ട് നല്ല സ്മരണനം ഉണ്ടായിരിക്കണം. അതിനെയൊക്കെ നന്നായിട്ട് പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ നിധിധ്യാസനം പഠിപ്പിക്കുന്നവരാവണം. അതിനെ ഒരു പാദസേവനം പോലെ മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചെത്തിക്കുന്നവരാവണം. അർച്ചനം ചെയ്യണം, അതായത് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം. അതുകൂടാതെ വന്ദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള കാര്യങ്ങളിലെല്ലാം ആ ശരീരത്തിലേക്കുള്ള കാര്യങ്ങളായിക്കൊണ്ട് അതിനെയെല്ലാം ചെയ്യാനായിട്ട് ദാസ്യം, അതായത് ഒരു യജമാനൻ എപ്രകാരമാണോ ഒരു ഭൃത്യൻ തൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ യജമാനൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് പോലെ ആ ഒരു ദാസ്യഭാവത്തിൽ നിന്ന് കർമ്മങ്ങളെ ചെയ്യുന്നവനായിരിക്കും. അടുത്തത് ഏറ്റവും നല്ലൊരു സുഹൃത്തായി തീരണം. നല്ല സുഹൃത്തുക്കളുണ്ടോ? നമുക്കുണ്ടോ സുഹൃത്തുക്കൾ? ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ട്. എല്ലാ കാര്യവും പറയുമോ? എല്ലാ കാര്യവും പറയുമോ? പിന്നെങ്ങനെ സുഹൃത്തുണ്ടാകണേ? സുഹൃത്തുണ്ടെന്ന് പറയും, എല്ലാ കാര്യവും പറയൂല്ല. സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തിനോട് നമുക്ക് എല്ലാം പറയാൻ കഴിയണം. പക്ഷെ നമുക്ക് സുഹൃത്തുക്കളില്ല. അതിന്റെ കാരണം എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുവാൻ കഴിയില്ല. ജീവൻ ആത്മാക്കളെ അല്ലെങ്കിൽ ജീവൻ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ജീവശരീരങ്ങളായി മനുഷ്യനായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തികളും ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊത്തിരി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും വന്ന് കൂടുമായിരിക്കും. പക്ഷേ അവരൊന്നും ആത്മസുഹൃത്തുക്കളായി തീരാറില്ല. നമ്മളുടെ ആത്മാവിനെ അറിഞ്ഞ് നമ്മളുടെ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്ന നിലയിലുള്ള സുഹൃത്തുക്കളാകാൻ പറ്റില്ല. അങ്ങനെ അർജുനന് മാത്രമേ ആവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഭഗവാനെ എന്നിൽ ഒരു ശക്തിയുമില്ല, ഇതാ ഗാണ്ഡീവമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ തേർത്തട്ടിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞ്. അതുകൊണ്ടാണ്. അപ്പോഴാ ഭഗവാൻ പറഞ്ഞത്, എൻ്റെ കുഞ്ഞെ, നീ ഇതല്ല ചെയ്യേണ്ട, നിനക്ക് നിൻ്റെതായ ധർമ്മമുണ്ട്. നിന്റെ ജന്മം കൊണ്ട് നീ ഇതാ ഒരു ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ നീ ആ ക്ഷത്രിയ വൃത്തിയിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നിനക്ക് നിന്റെ കർമ്മം ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ക്ഷത്രിയനായിട്ട് ആ രജോ ഗുണത്തോടെ 2 കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം കുഞ്ഞെ. അവിടെ അച്ഛനോ അമ്മയോ ഇല്ല. നീതിയെക്കുറിച്ച് പാലിക്കണമെങ്കിൽ ആ പാലിക്കേണ്ട സമയത്ത് നീതിയെ പാലിക്കുവാനുള്ള രൂപമെടുക്കണം. പക്ഷേ അതിനുശേഷം നീ പിതാവാകുമ്പോൾ പിതാവിൻ്റെ വാത്സല്യം കൊടുക്കണം. അല്ലെങ്കിൽ നീ സഹോദരനാകുമ്പോൾ ഒരു ഭ്രാതാവിൻ്റെ കരുണ അവിടെ കാണിക്കണം. നീ അതാ ഇവിടെ രാജാവാകുമ്പോൾ പ്രജകളോട് അതുപോലെ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയണം. നിന്റെ ധർമ്മം എന്താണോ അതിനനുസരിച്ച് നിന്റെ കർമ്മത്തെ കൃത്യമായിട്ട് പാലിക്കാൻ ഭഗവാൻ പറഞ്ഞു. അല്ലേ? എത്ര രസകരമായിട്ടാണ് ഭഗവാൻ നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്ര ഭംഗിയായി നമുക്ക് പറഞ്ഞു നൽകിയിരിക്കുക. അപ്പോൾ ഇതിലെ ഭക്തിഭാവം ഞാൻ പറഞ്ഞില്ല, ഇന്ന് വളരെ കുറച്ച് സമയം കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് വന്ന ഈ നവരസഭാവങ്ങളൊക്കെ. അപ്പം ഈ നവരസഭാവങ്ങളിലൂടെയുള്ള ഒരു യാത്രയാവണം ഇതിലെ ഭക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? നവവിധ ഭക്തിയാണല്ലേ? ഈ 9 വിധ ഭക്തികൾ തന്നെയാണ് ഇതിനകത്ത് ഭഗവാൻ ഓരോ കഥകളിലൂടെയും. ശരിക്കും കഥകളല്ല, ഇത് പുരാണമാണ്. ഇത് ഇവിടെ പണ്ട് സംഭവിച്ചത് തന്നെയാണ്. അപ്പോൾ അതിനെ ഇന്ന് നമ്മൾ കഥകളെന്ന് പറയും. അതായത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിശയോക്തി വെച്ച് മറ്റുള്ളവരിലേക്ക് പറയുമ്പോൾ അത് കഥകളായിട്ട് പരിണമിക്കപ്പെടുകയാണ്. ഇത് പണ്ടിവിടെ നടന്നിരുന്നു. അപ്പോൾ ആ നടന്നതിൻ്റെ യഥാർത്ഥമായ സാരാംശങ്ങൾ എങ്ങനെയാകുന്നു അതിനെ യഥാതഥമായിട്ട് ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി നമ്മുടെ വ്യാസപ്രതിഭ ആ തൻ്റെ അമൂല്യമായിരിക്കുന്ന കഴിവുകൾ കൊണ്ട് ലോകത്തിന് പ്രദാനം ചെയ്തതാണ് ഭാഗവത് എന്ന മഹത്തായ ഈ ദിവ്യകൃതി. ഈ ദിവ്യകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരം തന്നെയാണ്. കാരണം എന്താണ് നമ്മളോട് പറയുവാനുള്ളതെന്ന് ഗുരു അല്ലെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ ഓരോ ആ യോഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ അതിൻ്റെ 12 അധ്യായത്തിൽ ആദ്യം പറയുന്ന ശരിക്കും പറഞ്ഞാൽ 6 അധ്യായം വരെ പറയണത് ഇതിലേക്കുള്ളൊരു മുന്നൊരുക്കങ്ങളിലേക്കുള്ള കഥകളിലേക്ക് കൊണ്ടുപോകുന്ന പറയും. അപ്പോൾ ആ മുന്നൊരുക്കങ്ങളുള്ള കഥകളിലൂടെ എത്തിച്ച് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവതാര ഉദ്ദേശം പരിപൂർണനായിരിക്കുന്ന ഒരു ഈശ്വരനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അതായത് 9ാമത് വന്നപ്പോഴത്തേക്ക് പരിപൂർണനായെന്നാവും. അതായത് അവിടം വരെ എവിടെയൊക്കെ ശോഷണം ഉണ്ടായിരുന്നു ആ ശോഷണത്തെ എല്ലാം പരിഹരിച്ചു. അതായത് തന്നിൽ തന്നെ കുറെ ശോഷണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ എല്ലാവരും ജനിക്കുമ്പോൾ അങ്ങനെ ഈ മനുഷ്യനായിട്ട്
ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈശ്വരനാണെങ്കിലും മനുഷ്യനായി വന്നു കഴിയുമ്പോൾ ഇവിടേക്ക് പ്രകൃതി പിടിച്ച് ചുഴറ്റി അടിക്കും. അപ്പോൾ ആ പ്രകൃതിയെ അതിജീവിക്കണമെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി സ്വരൂപത്തിലേക്ക് നമുക്ക് എത്തണം. ആ ഭക്തി സ്വരൂപത്തിലേക്ക് എത്തുക എന്നുള്ള ഏറ്റവും ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുക ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക. ആ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുവാനായിട്ടുള്ള 8 പടികളാണ്. 8ാമത്തെ പടി കഴിഞ്ഞാൽ 9ാമത്തെ പടിയിലെത്തിയാൽ ആത്മാവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നന്നായിട്ട് കേൾക്കുന്നവരാണ്. അത് നല്ല നല്ല കാര്യങ്ങളെ ശ്രവിച്ചുകൊണ്ട് ആ ശ്രവണത്തിൽ നിന്ന് അതിനെ കീർത്തിച്ചും മനനം ചെയ്തും നല്ല കാര്യങ്ങളിലൂടെ അത് സത്കാര്യങ്ങളിലേക്ക് എപ്പോഴും എത്തിച്ചേരുന്നവരായി തീരണം എന്നാണ് ഇതിലെ ഭക്തിയുടെ ആ ഏറ്റവും ഉത്തമമായ വിശ്വാസത്തിലൂടെ നമ്മളെ നയിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും വരെ ഇവിടെയൊക്കെ വരെ എത്തിച്ചത് എങ്ങനെയാണെന്ന് ഭഗവാന് മാത്രമേ അറിയാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിരന്തരമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഭഗവാൻ എനിക്ക് നൽകിയ ഒരു സൂചന ഇത്, കുഞ്ഞെ നീ ഈ മേഖലയിൽ കൂടി പോകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ന് ഏകാദശി ദിനവുമായിക്കൊണ്ട് ഭഗവാൻ എന്നോട് പറഞ്ഞു. ഇനി ഇതിൽ ഉറപ്പായും ഞാൻ വേറൊരു തലത്തിലേക്ക് തന്നെ പോകുമെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ ഇവിടേക്ക് എന്നെ എത്തിച്ചുവെങ്കിൽ ഇനി നീ എൻ്റെ യാത്രകൾ ഇതൊക്കെ അനിവാര്യമാണ് എന്ന് പറഞ്ഞു തരിക. അപ്പോൾ അത് അറിഞ്ഞ് നമ്മൾ മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും മൃഗമായി തന്നെ ജീവിക്കുക. അതിൽ നിന്ന് മാറാൻ കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥ മനുഷ്യനായി ആ മനുഷ്യനിലൂടെ എനിക്ക് നല്ല ശ്രേയസ്കരമായ നിലയിൽ ഈ പറഞ്ഞ 8 കാര്യങ്ങളിലൂടെ ആത്മസ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയെങ്കിലും ഒരു ജന്മം ലഭിക്കുകയാണെങ്കിൽ ഒരു യോഗിയുടെ അടുത്തെങ്കിലും പോയിരിക്കണം. അല്ലേ, ഈ യോഗീശ്വരനായ കൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. അല്ലേ, അങ്ങനെയല്ല കൃഷ്ണൻ വിളിക്കുക, യോഗീശ്വരനായ കൃഷ്ണൻ. കൃഷ്ണൻ ചെയ്യാത്ത ലീലകൾ വല്ലതും ഉണ്ടോ? അല്ലേ, ശരിക്കും നമ്മൾ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഭക്തിയേക്കാൾ കൂടുതലൊരു വാത്സല്യം വരുന്നത്. അല്ലേ, എല്ലാം ഒരു നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ഉണ്ണിയുടെ ആ ഒരു അടുത്തേക്ക് പോയി നിൽക്കുന്ന ഒരു ഭാവമാണ് നമ്മളിലേക്ക് വരുന്നത്. അത് കാണിച്ച വികൃതികളാണേലും ഇതെല്ലാം പറയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ എൻ്റെ ചിന്തയിലും ഉണ്ടായിരുന്നു ഈ രാസലീലയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്, കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, പരമാത്മാവല്ലേ എന്ന്. പക്ഷേ ഇന്നലെ സാറ് പറഞ്ഞത് മിനിഞ്ഞാന്ന് ഞാൻ ഇതിലൂടെ കേട്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത്. സാറിൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്നാലും ഇടയ്ക്കൊക്കെ സാറ് പറയുള്ളൂ. ഇപ്പോൾ രാമായണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രാമായണത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം എന്താണെന്ന് മനസ്സിലായില്ലേ? മാ നിഷാധ എന്ന് പറഞ്ഞു തന്നില്ലേ സാർ എന്താണെന്ന്? അപ്പം മാ നിഷാധ എന്ന് നമ്മൾ ഇന്നുവരെ കേട്ടത് അരുത് കാട്ടാളാണ്. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞത്, ലക്ഷ്മി സമേതനായിരിക്കുന്ന വിഷ്ണുവിനെ കുറിച്ച്. ഇത് ക്ലാസ്സിൽ എപ്പോഴും സാറ് പറയാറില്ല. അത് വിഷ്ണുവിനോട് ചേർന്നിരിക്കുന്ന ആ ലക്ഷ്മിയോട് ചേർന്നിരിക്കുന്ന വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് വാൽമീകിയുടെ രാമായണത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ കൃതികൾക്കെല്ലാം, അല്ലെങ്കിൽ ഈ ഭാഗവതത്തിനും പുരാണങ്ങൾക്കും എല്ലാം ഏതാണ്ട് 108 പുരാണങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പുരാണങ്ങൾക്കൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യമുണ്ട്. ഈ സത്യത്തെ നമ്മൾ കണ്ടറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ടും കൂടെ അറിയണം, ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ഇവിടുന്ന് കുറെ കാര്യം കേട്ട് കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോവുള്ളൂ. അല്ലേ, അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ഈ ഇത്രയും കേൾക്കുന്ന കാര്യം എവിടെ കൊണ്ടാ കളയും? ഇനി ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗുണകരമായിട്ട് തീർന്നിട്ടുണ്ടോ? ഇത് എവിടെ കൊണ്ടാണ് നിങ്ങൾ ഇനി കളയുന്നത്? നേരെ തന്നെ അവിടെ പോകുമ്പോൾ കളയും. അവിടെ പോയിരിക്കുമ്പോൾ എന്താ പറയണേ? നല്ല ഭക്ഷണം കിട്ടും. അപ്പോഴത്തേക്ക് എന്താ പറഞ്ഞാൽ ആദ്യം നല്ല രുചികരമായിട്ട് തോന്നും. ഇപ്പം നല്ല വിശന്നിരിക്കുക, 1 മണിയൊക്കെ ആകാറായി. ഞങ്ങൾ രാവിലെ 11 മണിയായപ്പോൾ അല്ലെങ്കിൽ ഇഡലിയൊക്കെ കഴിച്ചിട്ടിരുന്ന വെച്ചാൽ അടുത്തത് ഇപ്പം നല്ല വിശപ്പായിരിക്കുക. അപ്പം ഭക്ഷണം നല്ല വിശപ്പോടെ ആദ്യം തുടങ്ങി കഴിക്കുമ്പോൾ പറയും നല്ല രുചിയുണ്ട്. പക്ഷേ വയറ് നിറഞ്ഞ അവസാനത്തെ പായസമൊക്കെ ആയി കഴിയുമ്പോൾ വേണ്ടിയിരുന്നില്ല, വീട്ടിൽ പോയാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെയോട്ട് വന്ന് പയ്യനെ അന്നേരം ഭക്ഷണം കഴിച്ചതോടുകൂടി ആ ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ കുറ്റം പറഞ്ഞതോടുകൂടി ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ട് അതെല്ലാം പോയി. ഇല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോയിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? നടന്നു പോകുന്ന വഴിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ പറഞ്ഞ 8 കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടുന്ന് കേട്ട് തലയും കുലുക്കി ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. ഇത് പോയിട്ട് നിത്യജീവിതത്തിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നിത്യജീവിതത്തിൽ ഉപകരിക്കാൻ വേണ്ടിയുള്ള, അല്ലാണ്ട് ഇത് ഇവിടെ ഇടാനായിട്ടുള്ളതല്ല. എത്രമാത്രം ധനവ്യയം ചെയ്യുന്നത് ഇതിനു വേണ്ടി, ഇല്ലേ? എത്രമാത്രം നമ്മുടെ സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. എത്രയോ കാലങ്ങൾ ഇരുന്ന് തപസ്സായി പഠിച്ചത് ഈ വിദ്യ, അല്ലേ? എത്രയോ കാലങ്ങൾ തപസ് ചെയ്ത പോലെ ഇരുന്ന് ഇതിനെ നിരന്തരമായി അനുസന്ധാനം ചെയ്തപ്പോൾ, അതിന് ഉരുക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ലഭിച്ചതായി ഈ അറിവല്ല. അല്ല, ഒരു ദിവസം കൊണ്ട് ലഭിച്ചതല്ല.
ആ ഒരു അറിവിനെ ഒരു നിമിഷം കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇട്ട് തരുന്നത്. അല്ലേ? എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ, അല്ലേ? ശരിക്കും ഞങ്ങളെക്കാൾ പുണ്യം ചെയ്തത്, അല്ലെങ്കിൽ ഈ യജ്ഞാചാര്യനേക്കാൾ പുണ്യം ചെയ്തത് നിങ്ങളാണ്. കാരണം അദ്ദേഹം ഒരു ജന്മത്തിൻ്റെ തപസ്സായിട്ട് സ്വാംശീകരിച്ച തൻ്റെ അറിവിനെ ഒരു മിഠായിയെ പോലെ എടുത്ത് കയ്യിലോട്ട് തരിക. ഈ സാധനമാണ് ഇവിടെ പുറംകാലിന് ഒരു ഒറ്റ അടി അടിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് പോകണം നമ്മൾ. അപ്പം ഇതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം, ഇനി ജീവിതമാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നല്ല ഒരു ഈശ്വര ഭക്തനായി മാറാൻ കഴിയൂ. നല്ലൊരു ഈശ്വര ഭക്തനാവണ്ടേ? നല്ല ഈശ്വര ഭക്തനായെങ്കിൽ മാത്രമേ നല്ലൊരു മനുഷ്യനാവാൻ കഴിയുള്ളൂ. അതായത് തന്നിൽ തന്നെയാണ് ഈശ്വരൻ. നല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? സർവ്വതിലും ഈശ്വരത്വത്തോടു കൂടി വിളങ്ങി നിൽക്കുന്ന, അല്ലെ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത്. അതായത് തൂണിലും തുരുമ്പിലും, അത് തൂണിലും തുരുമ്പിലും കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, അല്ലേ? അതാ ഭക്തിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠ ഭാവ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാരായിരുന്നു രണ്ടുപേരും? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ആരായിരുന്നു? ജയനും വിജയനും, അല്ലേ? എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത്? അഹങ്കാരം കൊണ്ട് വാതിക്കൽ നിന്ന് തടഞ്ഞപ്പോഴത്തേക്ക് ഒരു ശാപം കൊടുത്തു. അപ്പൊ എന്താണ്? ശരിക്കും ശ്രേഷ്ഠന്മാരാ, ദിവ്യ പ്രകാശ സ്വരൂപന്മാരാ, ഈശ്വരന്മാരാ, ഭഗവാന്മാരാ, അല്ലെ? ജയനും വിജയനും അതായത് ഭഗവാന്മാരാണ്. എല്ലാവരും അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിവുള്ള ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ പാർശ്വതന്മാരാണ്. അതായത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും അവരിലുണ്ട്, എല്ലാ ശക്തിയുമുണ്ട്, അവർക്കും കൊടുക്കാം അനുഗ്രഹങ്ങൾ. അങ്ങനെ ഇരിക്കുന്നവരുടെ അഹങ്കാരത്തിന് എവിടേക്കാണ് ചെന്ന് ജനിച്ചത്? എവിടേക്കാ പോയത്? എവിടെ പോയി? നേരെ അസുര കുലത്തിലേക്ക് ജനിച്ചു. അസുരന്മാരെന്ന് പറഞ്ഞാൽ താമസികമായിരിക്കുന്ന ചിന്തയോടുകൂടിയുള്ളവർ. ഭക്തിയുടെ ഏറ്റവും വലിയ ഭാവത്തിൽ 3 ഭാവമാണ് യഥാർത്ഥമായി ഭക്തിയുടെ ഭാവം എന്ന് പറഞ്ഞു. ഒന്ന് സാത്വികം, രാജസികം, താമസികം. ഇതിനെ 3 ഭാവങ്ങളുണ്ട്. അതായത് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ, അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന് ചെയ്യുന്ന ചിപ്പ് ഘടിപ്പിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ ജന്മജന്മാന്തരങ്ങളായി കിടക്കുന്ന കർമ്മങ്ങളെ ഒരു ചിപ്പായിട്ട് ഉള്ളിലേക്ക് ഇടയ്ക്ക് നമ്മളിലേക്ക് വിട്ടിരിക്കുക, നമ്മുടെ സ്വഭാവമായി, അല്ലേ? അയ് രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം. ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി നമ്മളിലേക്ക് വന്നിരിക്കുന്ന കർമ്മഫലം ചിലരിൽ സാത്വിക ഗുണത്തിൻ്റെ ഏറ്റം, അല്ലെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കും. അവർ നല്ല സാത്വികമായി ശുദ്ധമായിരിക്കുന്ന രീതിയിൽ ജീവിക്കും, ശുദ്ധ ആഹാരം കഴിക്കുന്നവരായിരിക്കും, ശുദ്ധമായ കാര്യങ്ങളിൽ ചെന്ന് എത്തുന്നവരായിരിക്കും, ഈശ്വരീയമായ ചിന്തകളിലേക്ക് പോകുന്നവരാവും. അവരുടെ ജീവിതവും ചുറ്റുപാടും അവരെ കണ്ടാൽ തന്നെ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ഒരു ആനന്ദം ഉണ്ടാകുന്നവരായിരിക്കും. രാജസിക ഭാവമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്ന് സംസാരിക്കാൻ ചെന്നാൽ മുഖത്തോട്ട് പോലും നമുക്ക് നോക്കാൻ കഴിയില്ല. എന്താ? കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്നവരായിരിക്കും, ആസുരികമായിരിക്കുന്ന പ്രകൃതിയായിരിക്കും, പെട്ടെന്ന് പ്രതികരിക്കും, കോപതാപങ്ങളുള്ളവരായിരിക്കും. ആ കോപതാപങ്ങളിൽ ജീവിക്കുന്നവരുടെ അടുത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും ചെല്ലാൻ കഴിയുമോ? ഇല്ല. കാരണം അവരുടെ ഇതുപോലെ ജയന്റെയും വിജയന്റെയും കാര്യം പറഞ്ഞ പോലെ അവിടെ ചെയ്തപ്പോഴത്തേക്ക് അധമ പ്രവൃത്തി ചെയ്തപ്പം താഴേക്ക് പോകും. ഇതാ രാക്ഷസനായി ജനിക്കാനായിട്ട് കൊടുത്തു, അവിടുന്നും ഭഗവാൻ അവസരം കൊടുത്തു. പിന്നെയും എന്താ കൊടുത്തിരിക്കുന്നത്? പിന്നെ എന്നാ കൊടുത്തേ? മോക്ഷമാർഗത്തിനുള്ള അവസരം കൊടുത്തു. എല്ലാവരും ആരുടെ അടുത്തോട് പോയാലും ഇതൊക്കെ തന്നെ. എന്നാ വെച്ചാൽ എല്ലാവരും ശരിക്കും ഈ പറയുന്ന നമ്മളും നല്ല അവസരം തന്നിരിക്കരുത്. ഇനി റീടേക്ക് ഇല്ല. ഈ അവസരത്തിന് ഉണ്ടോ? എവിടെയാലും റീടേക്ക് കിട്ടുമോ? ഇതിന് ഒരു ടേക്കും ഇല്ല. ഈ ഒരു അവസാന ചാൻസ്, ഈ ചാൻസ് ഉപയോഗിച്ചാൽ ഭഗവാന്റെ പാദത്തിലേക്ക് എത്താനായിട്ടുള്ള മാർഗമാണ്. അപ്പോ ശരിക്കും ഭാഗവതത്തിലെ ഭക്തിയും ഇവിടുത്തെ ഭക്തിയും എടുത്ത് പറഞ്ഞാൽ, ഇതേ കുഞ്ഞെ, നിന്റെ ജന്മങ്ങളായി നിന്നിലേക്ക് വന്നിരിക്കുന്ന കർമ്മഗതി കൊണ്ട് നിന്നിൽ ഈ സ്വഭാവം സാത്വികവും രാജസികവും താമസികവും ഏറ്റക്കുറച്ചിലായിട്ടുണ്ടാവും. പക്ഷെ അതിനെ നിനക്ക് ഹനിക്കാൻ കഴിയും. ഈ 9 ഭാവങ്ങളിലൂടെ നിനക്ക് യാത്ര ചെയ്താൽ ഇതിനെയെല്ലാം ചുട്ടുകരിച്ച് നിനക്ക് സാത്വികമായിരിക്കുന്ന ഭക്തിയുടെ തലത്തിലേക്ക് എത്തി ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് ആ പ്രകാശത്തെ അനുഭവിച്ച് ഈശ്വരമായി മാറാൻ കഴിയും. ചെറിയ കാര്യമാണോ അത്? ചെറിയ കാര്യമല്ല. ഇതെല്ലാം നമ്മുടെ ഉപനിഷത്തുക്കള്, വേദങ്ങള്, അതുപോലെ നമ്മുടെ സദ്ഗുരുക്കന്മാരുടെ വാചകങ്ങളെല്ലാം ഇത് തന്നെയാണ്. ഇതിൻ്റെ എല്ലാം അന്തരാർത്ഥം ഇവിടെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒന്നിലാ നിലനിൽക്കുന്നത്. നീ നിന്നെ മനുഷ്യൻ നന്നാവണം. മനുഷ്യൻ നന്നായി ലോകം നന്നായി. എങ്ങനെ നന്നാവണം? തൻ്റെ പ്രവൃത്തിയിലൂടെ. അപ്പോൾ അതിന് പ്രവൃത്തിക്കായിട്ടുള്ള നിവൃത്തി മാർഗത്തിലേക്ക് എത്തി
നിങ്ങളുടെ പ്രവർത്തികളെ ഏറ്റവും ശുദ്ധമാക്കാൻ കഴിയട്ടെ. ശ്രവണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പുണ്യത്തിൽ ഭാഗവതത്തിൽ തന്നെ ഒരു കഥാസന്ദർഭമാണ് നാരദ മഹർഷിയുടെ. അപ്പോൾ നാരദ മഹർഷിയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, സദാ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് നടക്കുന്നയാളല്ലേ. അപ്പോൾ സദാ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന നാരദൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നാരായണ 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 എന്നുള്ള മന്ത്രജപം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നടന്ന അദ്ദേഹത്തിനൊരു സംശയം, ഈശ്വരൻ നാമം ജപിക്കുന്ന അല്ല ശ്രവിക്കുന്നത് കൊണ്ട് എന്താ ഇത്ര വലിയ പുണ്യമെന്ന് ഒരു തോന്നൽ പോലെ മനസ്സിലേക്കുണ്ടായി. ഇതൊരു കഥാസന്ദർഭത്തിന് വേണ്ടി ഉണ്ടാകാം, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായപ്പോൾ ആ സംശയ നിവൃത്തിക്കായി തൻ്റെ പരമപിതാവായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ സമക്ഷത്തിലേക്ക് ചെന്നു. സമക്ഷത്തിലേക്ക് എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, അല്ലയോ ദേവ, എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്. സദാ ഈ ഈശ്വരനെക്കുറിച്ച് സ്മരിക്കുകയോ ചിന്തിക്കുകയോ ഈശ്വരനാമം കേൾക്കുകയോ ഒക്കെ ചെയ്താൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ അത് എപ്പോഴും ജപിച്ചാൽ എന്താ ഗുണം എന്ന്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ നാരദ, ഞാനല്ല നിനക്കിതിൻ്റെ ഉത്തരം നൽകേണ്ടത്. കാരണം നീ ആരെയാണോ സദാ ഭജിക്കുന്നത് ആ നാരായണനാണ് നിന്റെ സംശയത്തെ നാരത്തിൽ അയനം ചെയ്യുന്നവൻ, അറിവിൽ ഉറങ്ങുന്നവൻ ആരോ അവനാണ് നിനക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ നാരദൻ നേരെ വൈകുണ്ഠത്തിലേക്ക് എത്തുന്നു. വൈകുണ്ഠത്തിലെത്തുമ്പോഴത്തേക്ക് ഭഗവാൻ ശ്രീഹരി വിഷ്ണു അനന്തനാകുന്ന മെത്തമേലിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ കാലിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് ദേവി ലക്ഷ്മി അവിടെ ഇരുന്നു കൊണ്ട് വെഞ്ചാമരം അല്ലെങ്കിൽ ഇങ്ങനെ വിശറി ഇങ്ങനെ ഭഗവാന്റെ കാലിൻ്റെ പാദത്തിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഭർത്താവിന് സുന്ദരമായിരിക്കുന്ന ശയനം കിട്ടുവാൻ വേണ്ടി, നല്ല ഉറക്കം കിട്ടുവാൻ വേണ്ടി, ആ രക്തത്തിൻ്റെ സംക്രമണമൊക്കെ നന്നായിട്ടുണ്ടായി തലച്ചോറിലേക്ക് ബ്ലഡ് നന്നായിട്ട് പോയി തൻ്റെ പതി നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം കാണണം. അതിനെവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കണേ? തലയ്ക്ക് ഇരിക്കുന്ന കാണില്ല. തലക്കിലിരുന്ന് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയ കഥയുണ്ടല്ലേ, ഇല്ലേ? ദുര്യോധനന് പറ്റിയ അബദ്ധം അറിയരുതോ? ആരാ പോയി കാൽക്കിലിരുന്നത്? അർജുനൻ പോയി കാൽക്കിലിരുന്നു, ദുര്യോധനൻ തലക്കേയിരുന്നു. അപ്പോൾ തലക്കേയിരുന്ന ആൾക്ക് തല പോകാനുള്ളതും കൊടുത്തു, കാൽക്കിലിരുന്ന ആളുടെ അടുത്ത് പറഞ്ഞ് നിന്റെ അന്തരാത്മാവിൽ ഞാനിരുന്നുകൊണ്ട് നിന്നെ നയിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ആ അർജുനനാകുന്ന തേരിനെ ഭഗവാൻ നയിച്ചുകൊണ്ട് ഗീതയാകുന്ന അമൃതത്തെ നമുക്ക് നൽകി. എത്ര രസമായിട്ടല്ലേ? ആ തലക്കിലിരുന്നവൻ്റെ തല പോവുകയും ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം, ഇതാ ഇവിടെ വന്നേച്ചിതാ ഭഗവാൻ നേരെ ഭഗവാന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് തൻ്റെ പതി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ലക്ഷ്മി ആയിരിക്കുന്ന ഐശ്വര്യത്തിൻ്റെ ദേവതയെ തൻ്റെ മുഖം ആദ്യം കാണണമെന്ന് പറഞ്ഞിരിക്കും. ഇങ്ങനെ വേണം. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും കേട്ടോ. രാവിലെയൊക്കെ കാലിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ടാകും, ചവിട്ട് കിട്ടാൻ നോക്കിയാൽ മാത്രം മതി. എന്താണെങ്കിലും അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റായ ധാരണ. അതായത് എല്ലാവരും ആഗ്രഹിക്കും. കാരണം എത്രമാത്രം പിണക്കമുണ്ടെങ്കിലും ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയതിയുടെ തീരുമാനമാണ് നമ്മൾ ഒന്നിച്ചു തരുന്നത്. നമ്മളൊരിക്കലും ആഗ്രഹിച്ച് ചേരുന്നവർ വളരെ ചുരുക്കമായിരിക്കും, ഇല്ലേ? അതിന് നിയതിയുടെ ഒരു തീരുമാനം അനുസരിച്ച് നമ്മൾ ചേരുന്നുവെങ്കിൽ അത് ചേരേണ്ടവർ തന്നെ ചേരുന്നത്. അപ്പോൾ അവിടെ എത്രമാത്രം പിണക്കങ്ങളുണ്ടെങ്കിലും പരസ്പരം കാണണമെന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരിക. ഒരു ഭർത്താവിൻ്റെ സന്തോഷമുണ്ടാകണം, ഭാര്യയുടെ മുഖം കണ്ട് എഴുന്നേക്കണം. ആ തത്വത്തെ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തമരായ ഗൃഹസ്ഥരായി മാറാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല അത് പഠിക്കുന്നത്. നമ്മളന്നേരത്തേക്ക് ഇവിടെ ദേവനും ദേവിയുമായിട്ട് അവിടെ മാറ്റി നിർത്തവരെ. അപ്പോൾ എന്താണെങ്കിലും നല്ല ഉത്തമരായ ഗൃഹസ്ഥരായിട്ട് ഇവർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. എന്താണെങ്കിലും അതൊക്കെ നിൽക്കട്ടെ. പറയാൻ പോയതാണ്ട് 1 മണി വിശക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുമല്ലേ? അതുമാത്രമല്ല, എനിക്ക് 5 മണിക്ക് മുമ്പ് കൊല്ലത്ത് ചെല്ലുവാൻ വേണേ, വേറൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് കാരണം അതിനും പോകേണ്ടത് കൊണ്ട് നേരത്തെ വന്ന പ്രോഗ്രാം. അപ്പോൾ ഇന്ന് ചേച്ചി ഇങ്ങനെ ഒരു രോഗശീലായതുകൊണ്ടാണ് ഞാനിന്ന് ഏറ്റു പോകുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പരിപാടി തീർക്കും. കൂടുതൽ സമയം എടുക്കില്ല. പറയണോ അതോ നിർത്തണോ? കറക്റ്റ് 1 മണിയായി പറഞ്ഞു നിർത്തല്ലേ. അപ്പോൾ എവിടെയാണ് നമ്മൾ നിർത്തിയ? ഭഗവാന്റെ അടുത്തേക്ക് നാരദ മഹർഷി വന്നു. നാരദ മഹർഷി ഭഗവാനെ നേരെ നാരദ മഹർഷി വന്നപ്പോൾ ഭഗവാൻ കണ്ണു തുറന്നു. എന്താ നാരദരെ എത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് അങ്ങയോടൊരു സംശയം ചോദിക്കാനുണ്ട്. സദാ ഈശ്വരൻ്റെ നാമം ജപിച്ചാൽ, ഈശ്വരൻ്റെ നാമം ശ്രവിച്ചാൽ എന്താണ് ഭഗവാനെ ഗുണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനല്ല ഇതിൻ്റെ ഉത്തരം നൽകണം. നീ അതാ ഭൂമിയിലേക്ക് ചെല്ലുക. ഭൂമിയിൽ ഇപ്പോൾ അവിടെ ഒരു ചെടിയിൽ ഒരു പുഴു അവിടെ ഇരുന്ന് അതിൻ്റെ ഇല തിന്നുന്നുണ്ട്. ആ ഒരു കീടം ആ ഇല കഴിച്ചുകൊണ്ടിരിക്കുന്ന കീടത്തോട് നീ ചോദിച്ചാൽ മതി, അത് നിനക്ക് പറഞ്ഞു തരുമെന്ന്. നേരെ നാരദൻ ഭൂമിയിലേക്ക് വെച്ച് പിടിച്ചു. നേരെ അവിടെ വന്നു തൻ്റെ വീണയൊക്കെ മീട്ടിക്കൊണ്ട് നേരെ പുഴുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലയോ പുണ്യാത്മൻ, അങ്ങയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സദാ ഈശ്വരൻ്റെ നാമം അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിച്ചാൽ, അത് ശ്രവിച്ചാൽ എന്താ ഗുണമെന്ന്. അപ്പോൾ നാരദന് ചോദിച്ച മാത്രയിൽ പുഴുവിൻ്റെ കാതുകളിലേക്ക് നാരദന് ശബ്ദം വീണ മാത്രയിൽ പുഴു ഭൂമിയിലേക്ക് വീണു, പിടഞ്ഞങ്ങ് വീണ് മരിച്ചുപോയി. നാരദൻ പെട്ടെന്ന് ഒരു ശബ്ദനായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാന്റെ അശരീരി കേട്ടു. അല്ലയോ നാരദരെ,
നിനക്കിതിൻ്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ ഇതാ മുന്നോട്ടേക്ക് പോവുക. മുന്നോട്ടേക്ക് ചെല്ലുമ്പോൾ സുന്ദരമായൊരു പനിനീർപ്പൂവിൻ്റെ തോട്ടം കാണാം. ആ പനിനീർപ്പൂവിൻ്റെ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ സുന്ദരിയായിരിക്കുന്ന ഒരു ചിത്രശലഭം നിനക്ക് ഇതിൻ്റെ ഉത്തരം നൽകുന്നു. അങ്ങനെ നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ചിത്രശലഭത്തെ കണ്ടു പനിനീർപ്പൂവിൻ്റെ തോട്ടത്തിൽ. ഇതേ ചോദ്യം അവിടെ ആവർത്തിച്ചു. പെട്ടെന്ന് ആ ചിത്രശലഭം ഈ ശബ്ദം കേട്ട മാത്രയിൽ ഭൂമിയിലേക്ക് വീണ് മരിച്ചുപോയി. നാരദൻ വീണ്ടും സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഭഗവാന്റെ അശരീരി കേട്ടു. ഭഗവാൻ പറഞ്ഞു, ഇതാ നാരദരെ, നീ മുന്നോട്ട് പോകുക, അടുത്തൊരു വനമുണ്ട്. ആ വനാന്തരത്തിൽ ചെല്ലുമ്പോൾ ഒരു മാൻപേട ഇപ്പോൾ പ്രസവിക്കും. ഒരു മാൻ പ്രസവിക്കും, അതൊരു മാൻകുട്ടി ഉണ്ടാവും. ആ മാൻകുട്ടിയോട് ചോദിച്ചാൽ അത് നിനക്ക് ഇതിന് ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാട്ടിൽ ചെന്നു മാൻകുട്ടിയെ കണ്ടു. മാൻകുട്ടിയെ കണ്ട് ചോദിച്ചപ്പോൾ എന്തുണ്ടായി കാണും? മുൻപ് നടന്ന അതേ അവസ്ഥയുണ്ടായി. നാരദൻ ആകെ അങ്കലാപ്പിലായി. തൻ്റെ സാന്നിധ്യം, തൻ്റെ ശബ്ദം പോലും ഇപ്പോൾ ഇതാ ഏറ്റവും പാപപങ്കിലമായിരിക്കുന്നു. ആ നിമിഷം ഇതാ വീണ് മരിച്ചു പോകുന്നു. എന്താ ചെയ്യുക? നാരദൻ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇതാ വീണ്ടും ഭഗവാന്റെ അശരീരി കേട്ടു. അല്ലയോ നാരദരെ, അടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലുക. ആ ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണനുണ്ട്. ആ ബ്രാഹ്മണ ഭവനത്തിൽ ഒരു പശു ഉണ്ട്. ആ പശു ഇപ്പോൾ പ്രസവിക്കും. ആ പ്രസവിക്കുന്ന പശുക്കുട്ടിയോട് ചോദിച്ചാൽ നിനക്ക് ഇതിൻ്റെ ഉത്തരം ലഭിക്കുന്നു. അപ്പോഴാ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ രാജാവിന് അവിടെ ഒരു യാഗമൊക്കെ നടത്തിയപ്പോഴത്തേക്ക് സാധുക്കളായിരിക്കുന്ന ബ്രാഹ്മണർക്ക് ദാനം കൊടുത്താണ്. അപ്പോൾ അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ കിട്ടിയ ഒരു പശു, ആ പശുവിൻ്റെ കുഞ്ഞിനെയൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്കൊരു വരുമാനം എന്ന നിലയിൽ അവർ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നേരെ നാരദൻ അവിടെ ചെന്നു. ആ പശുക്കുട്ടിയെ ജനിച്ച നിമിഷം ഇവരെല്ലാം അകത്തായിട്ട് സന്തോഷമായി പോയ സമയത്ത് ഈ പശുക്കുട്ടിയുടെ കഥകൾ ഇതേ ചോദ്യം ചോദിച്ചു. മുൻപ് നടന്ന അതേ കാര്യം നടന്നു. പശുക്കുട്ടി ഭൂമിയിലേക്ക് വീണങ്ങ് മരിച്ചുപോയി. നാരദൻ വളരെ ദുഃഖിതനായി നിൽക്കുമ്പോൾ വീണ്ടും ഭഗവാന്റെ അശരീരി കേട്ടു. അല്ലയോ നാരദരെ, ഇതാ അടുത്ത ഒരു കലിംഗ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ആ രാജ്യത്തേക്ക് ചെല്ലുക. രാജ്യത്തെ രാജാവിന് ഒരു ഉണ്ണി പിറന്നിട്ടുണ്ട്. ഏതാണ്ട് 10-80 വയസ്സോളം മക്കളില്ലാതിരുന്നപ്പോൾ ദിവ്യമായിരിക്കുന്ന സന്യാസിവര്യന്മാരുടെ നിർദ്ദേശം കൊണ്ട് പുത്രകാമേഷ്ടി എന്ന യാഗത്തിലൂടെ ഒരു ഉണ്ണിയെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉണ്ണിയോട് ചോദിച്ചാൽ, ആ കുഞ്ഞിനോട് ചോദിച്ചാൽ ഇതിന് ഉത്തരം ലഭിക്കുന്നു. നാരദൻ ആകെ ദുഃഖിതനായി. കാരണം മുൻപ് തൻ്റെ അനുഭവമെല്ലാം അറിയാം. ഏതായാലും ഭഗവാൻ പറഞ്ഞ വാക്കിൽ ഒരു വ്യത്യാസമില്ല. തൻ്റെ ശിരസ് പോയാലോ എന്താണെങ്കിലും താൻ ഈ കർമ്മം ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നാരദൻ നേരെ കലിംഗ രാജ്യത്തേക്ക് ചെല്ലുന്നു. രാജ്യത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അന്തപുരത്തിൽ ഈ കുട്ടി ജനിച്ചതിൻ്റെ ആഘോഷം നാടും നഗരവും എല്ലാം നടക്കുന്നു. അപ്പോൾ നാരദനെ കണ്ടുകൊണ്ട് രാജാവ് നേരെ വന്ന് നാരദനെ സ്വീകരിച്ച് നേരെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോയി. നാരദൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞിനൊരു നാമകരണം ചെയ്തു കൊടുക്കണം. ദിവ്യന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാർ രാജ്യത്തേക്ക് മംഗളകർമ്മം ഉണ്ടാകുമ്പോൾ അവിടെ വരുമ്പോൾ രാജാക്കന്മാരൊക്കെ വിളിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രഹ്മർഷിയായ നാരദൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ നാരദ മഹർഷി, എൻ്റെ കുഞ്ഞിനൊരു നല്ല നാമകരണം ചെയ്തു കൊടുക്കണം, അവൻ്റെ ജാതകർമ്മമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷോഡശ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ അല്ലേ? അങ്ങനെയൊക്കെയല്ല നമ്മൾ ചെയ്തു പോരുന്നല്ലേ? നമുക്ക് ആ സംസ്കാരമൊക്കെ ഉള്ളവരല്ലേ അല്ലേ? എന്നാന്നിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ചുറ്റിപ്പോകും അല്ലേ? അപ്പം ഇപ്പം അതിന് പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാനത് ചോദിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ജാതകർമ്മവും ഒക്കെ ചെയ്തു കൊടുക്കണമെന്ന്, നാമകരണവും ജാതകർമ്മവും ഒക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ അദ്ദേഹം ബ്രഹ്മർഷിയായ നാരദൻ അന്തപുരത്തിലേക്ക് ചെന്ന് കുഞ്ഞിനെ എടുത്തു. അതിൻ്റെ കാതുകളിൽ ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ബാലക, അല്ലയോ കുഞ്ഞേ, എനിക്ക് അങ്ങയോടൊരു ചോദ്യം ചോദിക്കുവാനായിട്ടുണ്ട്. സദാ ഈശ്വരൻ്റെ നാമം നാരായണ നാരായണ എന്ന് ജപിച്ചാൽ അല്ലെങ്കിൽ ശ്രവിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു. നാരദൻ തൻ്റെ കണ്ണുകൾ അങ്ങടച്ചു. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ കുഞ്ഞ് മരിച്ചില്ല. ജനിച്ച ഏതാനും ദിവസങ്ങൾ മാത്രമായ കുട്ടി നാരദനോട് സംസാരിച്ചു. ഇല്ലയോ നാരദ മഹർഷേ, ഒരു പുഴുവായിരുന്ന ഞാൻ അവസാന നിമിഷം അങ്ങയുടെ നാവിൽ നിന്ന് നാരായണ മന്ത്രം ശ്രവിച്ച് ആ പുഴുവിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു ചിത്രശലഭമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ആ ചിത്രശലഭമായിരുന്ന ഞാൻ അവസാന നിമിഷം അങ്ങയുടെ നാവിൽ നിന്ന് ആ നാരായണ മന്ത്രം ഞാൻ ശ്രവിച്ച മാത്രയിൽ ഒരു മാൻപേടയായിട്ട് ജനിച്ചു. ആ മാൻപേടയായിരുന്ന ഞാൻ അവസാന നിമിഷം വീണ്ടും നാരായണ മന്ത്രം അങ്ങയുടെ നാവിൽ നിന്ന് ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പുണ്യമായിരിക്കുന്ന ഗോവായുധ ജനിച്ച് ഗോമാതാവായി. അവിടെ നിന്ന് വീണ്ടും അങ്ങയുടെ നാവിൽ നിന്നും ശ്രേഷ്ഠമായിരിക്കുന്ന നാരായണ മന്ത്രം ശ്രവിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യനിൽ ഇതാ ഒരു രാജകുമാരനായി ഞാൻ ജനിച്ചിരിക്കുന്നു. ഇതാണ് ശ്രവണം കൊണ്ടുള്ള പുണ്യം. ഈ പുണ്യം മാത്രം മതിയോ നമുക്ക്?
ഇതാ 9 ഭാവങ്ങളിലൂടെ യാത്ര ചെയ്ത് ആത്മനിർവൃതിയുടെ ഭക്തിയിലേക്ക് നമുക്ക് എത്തണം. വേണ്ടേ? അതായിരിക്കണം ഈ ഭാഗവതത്തെ ശ്രവിച്ചുകൊണ്ട് ഈ സത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് യജ്ഞപ്രസാദമായി നിങ്ങൾ സ്വീകരിക്കാൻ. അല്ലാതെ ഇവിടെ നിന്നും കിട്ടുന്ന പ്രസാദങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ അതിന് നല്ലൊരു തേജസ് നൽകുമായിരിക്കും, അതിനെ പ്രോജ്വലിപ്പിക്കുമായിരിക്കും. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആത്മപ്രകാശമാണ്. ആത്മപ്രകാശമാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ നമുക്ക് നൽകുന്നത്. അതാണ് ആർഷഭാരതത്തിൻ്റെ സനാതനമായ സംസ്കാരം. ആ സനാതന സംസ്കാരത്തെ ഉൾക്കൊള്ളണം നിങ്ങൾ. അതിലേക്ക് നിങ്ങൾക്ക് ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിങ്ങനെ വരുവാൻ ഭഗവാന്റെ കൃപ ലഭിച്ചതിനും ഇത്രയും നേരം ഈ മൂഢൻ്റെ വാക്കുകൾ ശ്രവിച്ച് ക്ഷമയോടെ ഇരുന്നതിനും എല്ലാവരുടെയും പാദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം.